പ്രതീക്ഷയുള്ളൊരു വർഷമായിട്ടാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ 5 വനിതാ സംവിധായകരുടെ കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ വലിയ അഭിമാനവും ഏറെ പ്രതീക്ഷകളുള്ള ഒരു വർഷമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. 5 വനിതാ സംവിധായകരോടൊപ്പം ഇരിക്കുന്നത് മാത്രമല്ല, 4 ഫെസ്റ്റിവലിൽ ചീഫ് ഗസ്റ്റായിട്ട് നമുക്ക് ഇവിടെ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഷബാന ആസ്മിയാണ്. അതുപോലെ തന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് ഹോങ്കോങ് ഫിലിം മേക്കർ ആൻ ഹൂയ്ക്കാണ്. അതുപോലെ തന്നെ സ്പിരിറ്റോ സിനിമ അവാർഡ് പായൽ കബാഡിയയ്ക്കാണ്. അപ്പോൾ നമ്മൾ കാൻസിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ പായൽ കബാഡിയയുടെ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. കോമ്പറ്റീഷൻ വിഭാഗത്തിൽ 5 വനിതാ സംവിധായകരുണ്ട്. അതിലൊരാളാണ് ഇന്ദുലക്ഷ്മി. അതുപോലെ തന്നെ മലയാളം സിനിമ ടുഡേയിൽ 3 വനിതാ സംവിധായകർ. ഇതൊക്കെ ഇങ്ങനെ വനിതാ സംവിധായകർ നമ്മൾ പ്രാതിനിധ്യത്തെക്കുറിച്ച് നിരന്തരം ഒരുപക്ഷെ IFFKയിലൊക്കെ നമ്മൾ സംസാരിക്കുകയും മെയിൽ ഗെയ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിൽ നിന്ന് തങ്ങളുടേതായ ഭാഷ അല്ലെങ്കിൽ തൻ്റെ സിനിമയൊക്കെ അവതരിപ്പിക്കുന്ന പ്രാപ്തരായ ഇൻസ്റ്റിറ്റ്യൂഷനെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആ നിലയിൽ കഴിവ് തെളിയിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. പൊരുതിയാണ് വന്നത് എന്നത് ഓരോ ആളുകളുടെയും നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അങ്ങനെ ഒരു ചരിത്രം സമര ചരിത്രവുമായി കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് പറയത്തക്ക രീതിയിൽ 4 പേര് ചേർന്നിരിക്കുന്നതിൻ്റെ സന്തോഷം ആദ്യമായി പങ്കുവെക്കട്ടെ. ഇവിടെ ഓരോരുത്തരെയും എനിക്ക് തോന്നുന്നു ഓരോരുത്തരും സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓരോരുത്തരായിട്ട് സംസാരിക്കാം എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. ഇന്ദുവിനെ ഞാൻ ആദ്യം ഇന്ദുവിനോട് ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പം സിനിമയുടെ ഒരു ചരിത്രം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ത്രീകളുണ്ട് ആക്ച്വലി. പിന്നെ ഇന്നലെ പോലും ഞാൻ പറഞ്ഞാണ് ആലീസ് കെ ബ്ലാഷയെ തൊട്ട് സൊലാക്സ് എന്ന് പറയുന്ന 1905 തന്നെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ അവർ സിനിമ ചെയ്യുന്നു. 1905 കോൺസിക്വൻസസ് ഓഫ് ഫെമിനിസം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. സിനിമ ഉണ്ടായ ഉടനെ തന്നെ അവർ സിനിമ ചെയ്യുന്നുണ്ട്. മെല്ലിസിൻ്റെ സിനിമയുടെ പ്രദർശനത്തിൽ ഒരാളായിരുന്നു ആലീസ് കെ ബ്ലാഷെ. 1000ഓളം സിനിമകൾ ചെയ്തു. അതോടൊപ്പം തന്നെ അവർ സ്വന്തമായി ഒരു സ്റ്റുഡിയോ സ്ഥാപിച്ചു. അപ്പം സ്ത്രീ ശബ്ദം എന്ന് മാർത്ത മിസോറസിനെ പോലെ ആഗ്നസ് വർദ്ധയൊക്കെ പോലെയുള്ള സംവിധായകർ, സ്വന്തമായ സിനിമ ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുള്ള സംവിധായകരെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ആധിപത്യത്തിൻ്റെ വ്യവസായമായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം നമ്മൾ റെപ്രസെൻറ്റേഷനെ കുറിച്ചും സ്ത്രീകളുടെ ഇടത്തെക്കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകൾ സിനിമ ചെയ്യുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പം ഇന്ദു പിന്നെ കേരളത്തിൽ ഒരു പക്ഷെ അതിനുള്ള സാഹചര്യം ഒരു അർത്ഥത്തിലുണ്ടായിട്ടുണ്ട്. അതായത് പിന്നെ KSFDCയുടെ പിന്നെ ഫണ്ടിൽ ആദ്യ പടം ചെയ്യുന്നു നീള ഞാൻ കണ്ട സിനിമയാണ്. ഇന്ദുവിനോടൊപ്പം അത് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നീള ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത സിനിമയുമായി അപ്പുറവുമായി വീണ്ടും ഇവിടെ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ വന്നിരിക്കുമ്പോൾ ഇപ്പം മാർത്ത മിസോറസിനെ ഞാൻ നേരത്തെ പറഞ്ഞു വെക്കട്ടെ. പിന്നെ ഓട്ടോബയോഗ്രഫിക്കലായിട്ടുള്ള സിനിമയാണ് ഡയറി ഓഫ് മൈ ചിൽഡ്രൻ, ഡയറി ഓഫ് മൈ ലവേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓട്ടോബയോഗ്രഫിക്കൽ സിനിമയാണ് മാർത്ത മിസോറസ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ സ്വന്തം ജീവിത കഥ സിനിമയാക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എപ്പോഴും സ്ത്രീകളുടെ ജീവിത കഥ വളരെ വ്യത്യസ്തമാണ് ആണുങ്ങളുടെ കഥയേക്കാൾ. അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ കഥ പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതം കൂടി പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ജീവിതമല്ല എന്ന് പറയേണ്ടി വരുന്നത് പലപ്പോഴും എൻ്റെ കഥയിലൂടെയാണ്. അപ്പോൾ ഇന്ദുവിൻ്റെ സിനിമ ഞാൻ മനസ്സിലാക്കുന്നത് കുറേ കൂടെ ഓട്ടോബയോഗ്രഫിക്കലാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജേണിയെക്കുറിച്ച് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. താങ്ക് യു ശ്രീദേവി. ഞാൻ നിള ഒരിക്കലും ഓട്ടോബയോഗ്രഫിക്കൽ അല്ല, പക്ഷേ ആ കഥാപാത്രങ്ങളിലെ എല്ലാവരിലും എല്ലാ ക്യാരക്ടേഴ്സിലും എൻ്റെ ഒരു എലിമെൻ്റ് ഉണ്ടായിരിക്കാം. കാരണം അത് നമ്മൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പേഴ്സ്പെക്റ്റീവ് വരുന്നതാണ്. അപ്പുറത്തിലേക്ക് വരുമ്പോൾ അത് ഏറെക്കുറെ ഓട്ടോബയോഗ്രഫിക്കൽ തന്നെയാണ്. അപ്പുറം എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്യേണ്ടി വന്നൊരു സാഹചര്യവും വ്യത്യസ്തമാണ്. പുറമേ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊരു സമയത്ത്, ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ തന്നെ ഉള്ളിലെ ഒരു മുറിവിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് എന്നുള്ള രീതിയിലാണ് അപ്പുറത്തിൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ പ്രാരംഭഘട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കഥ അപ്പോൾ പറയാതിരിക്കാൻ കഴിയാത്തത്രയും
ഒരു ഉള്ളിലൊരു ഒരു വേദന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അതുണ്ടായിരുന്നു. അതാണ് അപ്പുറത്തിൻ്റെ ഒരു പ്രചോദനം എന്നുള്ളത്. അപ്പുറം എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതൊരു കെതാർസിസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിനകത്ത് ഉള്ള സംഭാഷണങ്ങളും സാഹചര്യങ്ങളും ഏറെക്കുറെ 95% ഉള്ള ഇൻസിഡൻസും എല്ലാം ഓട്ടോബയോഗ്രഫിക്കലാണ്. പിന്നെ അതിനകത്ത് ഒരു കഥ പറച്ചിലിൻ്റെ കണികകൾ കൂട്ടിച്ചേർക്കുവാനായിട്ട് ചില ഫിക്ഷണൽ എലിമെൻറ്റ്സ് ചേർത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഡയലോഗ്സും ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഡയലോഗ്സ് തന്നെയാണ്. അത് ഈ പറഞ്ഞതുപോലെ എൻ്റെ ഉള്ളിലെ ഒരു മുറിവിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ്. ഒരു ഹീലിംഗ് ആവശ്യമായിരുന്നു. ഇപ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ലൈഫിലൊരു കാര്യം നടക്കുമ്പോൾ നമുക്കത് ഹീൽ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ഉള്ളൊരു സാവകാശം കാലം നമുക്ക് തരണം എന്നില്ല. അപ്പോൾ അത് ആ മുറിവുകളും ആ വേദനയും എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതേ പറ്റുള്ളൂ. പ്രത്യേകിച്ചൊരു ആസ് എ വുമൺ നമ്മൾ നമ്മുടെ വൈകാരികതകളെ കാണുന്നതും നമ്മൾ ഈ പുറമേ കരയുന്നു എന്ന് പറയുന്നതും, സ്ത്രീകൾ പലപ്പോഴും കരയുന്നു എന്ന് പറയുന്നു, പക്ഷേ എല്ലാ സ്ത്രീകളും കരയുന്നില്ല ഇല്ലേ? അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് കരയുന്ന ഒരാളല്ല, പബ്ലിക്കായിട്ട് ഒട്ടും കരയുന്ന ഒരാളല്ല. അപ്പോൾ പലതും ഉള്ളിൽ ഒതുക്കി തന്നെയാണ് തല ഉയർത്തി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സിനിമ എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അതിനും ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് എഴുത്താണ്, കഥ പറച്ചിലാണ്. ആ കഥ പറച്ചിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇതുവരെയുള്ള എൻ്റെ ജേർണിയിലെ എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാരണം എനിക്ക് എന്തെങ്കിലും നമുക്ക് അപ്രിയമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടാണ് അതിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നത്. ആ സമയത്ത് നിള റിലീസ് ചെയ്തതിന് ശേഷം ഉണ്ടായിരുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. മാനസികമായിട്ട് അതിൽ നിന്നും എനിക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു ഇരുട്ടിലേക്ക് വീണു പോയൊരവസ്ഥയായിരുന്നു. ആകെ ചെയ്തൊരു തെറ്റ് ഒരു സിനിമ ചെയ്തു എന്നുള്ളതാണ്. സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ചെയ്ത തെറ്റ്. അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ബിഫോർ എൻ്റെ കണ്ണിലെയും എൻ്റെ ജീവിതത്തിലെയും വെളിച്ചം ഇല്ലാണ്ടായി പോകുന്നതിന് മുന്നേ, എൻ്റെ സാനിറ്റി ഇല്ലാതായി പോകുന്നതിന് മുന്നേ ഐ ഹാഡ് ടു മൂവ് ഓൺ. കാരണം സിനിമയുടെ ഓർമ്മ ഒരിക്കലും എനിക്ക് അത്തരത്തിൽ അപ്രിയമായിട്ടുള്ളൊരു ഓർമ്മ ആയി മാറരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അപ്പുറത്തിലേക്ക് വർക്കിലേക്ക് കടക്കുന്നത്, സ്ക്രിപ്റ്റിലേക്ക് കടക്കുന്നത്. പിന്നെ എന്തോ ഒരു നിയോഗം പോലെ മറ്റ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുകയാണ് ചെയ്തത്. ലൈക്ക് എല്ലാം ഇൻ അലൈൻമെൻറ്റ്, എന്തോ ഒരു യൂണിവേഴ്സൽ എനർജി എനിക്ക് തുണയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം സംഭവിക്കുകയാണ് ചെയ്തത്. സോ അപ്പുറത്തിൻ്റെ കാര്യം അതാണ്. എൻ്റെ ഉള്ളിലെ മുറിവിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് അവിടുന്ന് തുടങ്ങണം എന്ന് തോന്നി. കാരണം അവിടെ ഇട്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെ നിന്നും ഒരു ഹീലിംഗ് ആവശ്യമാണെന്ന് തോന്നിയിട്ട് ഐ വെൻറ്റ് ബാക്ക് ലൈക്ക് 20 years ബാക്കിലേക്ക് ഞാൻ തിരിച്ചു പോയി എന്ന് പറയാം. ഇന്ദു പറഞ്ഞതിനകത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ജീവിതാനുഭവത്തിൻ്റെ ഒരു കടന്നുവരവിൻ്റെ ഒരു ചരിത്രമുണ്ട്. അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്തപ്പോഴുണ്ടായ അനുഭവങ്ങൾ മറ്റൊരു സിനിമയിലേക്ക് എത്തിച്ചതിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അത്രമേൽ പേഴ്സണൽ ആവുന്നത് സ്ത്രീകൾക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ നിലനിൽക്കുന്ന സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് സിനിമ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൂടി പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുന്നത്. അല്ലെങ്കിൽ അതിനുള്ള ഒരു വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ ഒരു മറുപടിയൊക്കെ ആയിട്ടാണ് ഇന്ദു ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള സന്തോഷമുണ്ട്. ശോഭന പടിഞ്ഞാറ്റയിൽ ലൈബ്രറിയൻ ആണല്ലോ ഇവിടെ. അപ്പോൾ ഒരു ലൈബ്രറിയൻ എന്ന നിലയിൽ ഞാൻ വായിച്ചു കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഫിലിം ഫെസ്റ്റിവലിന് വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ കണ്ട് ഒരു കാണിയായി നിൽക്കുന്ന ഒരാൾ ഇന്ന് അല്ലെങ്കിൽ സ്വന്തം സിനിമയുമായി ഫെസ്റ്റിവലിലേക്ക് തിരിച്ചു വന്നപ്പോൾ, അതും ആ സിനിമ എന്ന് പറയുന്നത് ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ 5 സ്ത്രീകളുടെ ജീവിതത്തെ പറ്റി പറയുന്നു, വ്യത്യസ്ത ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പം പിന്നെ ബോഡി എന്ന് പറയുന്നത്, നമ്മൾ ബോഡിയെ പറ്റി പലതരത്തിലുള്ള ചർച്ചകൾ സിനിമയിൽ നടത്തിയിട്ടുള്ളതാണ്. ബോഡിയെ അവതരിപ്പിക്കുന്നതിലെ ചർച്ചയും പലതരത്തിൽ നടത്താറുണ്ട്. ബോഡിയുടെ കാഴ്ച അല്ലെങ്കിൽ ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂവിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം സ്വന്തം സിനിമയ്ക്കകത്ത് ശരീരം ഒരു പിന്നെ അവതരിപ്പിക്കപ്പെടുമ്പോഴുണ്ടായ
സംഘർഷങ്ങൾ, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് നോക്കിക്കണ്ടത്? അതുപോലെ തന്നെ ഒരു കാണിയിൽ നിന്നും ഒരു മേക്കറായപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? ആ ഒരു ചലച്ചിത്ര യാത്രയുണ്ടല്ലോ, കാഴ്ചക്കാരി ആയതിൽ നിന്നും ഫിലിം മേക്കർ ആയതിലേക്കുള്ള ഒരു യാത്രയെ പറ്റി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ശ്രീദേവി ചോദിച്ച ചോദ്യം ഒരുപാട് ടി വി ചാനൽക്കാരും പത്രക്കാരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ യാത്രയെ പറ്റി, ആ യാത്ര ഒരു ഫിലിം മേക്കർ ആവുമ്പോൾ ഞാൻ അനുഭവിച്ച പെയിൻ ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. അതിനി പറയാനായിട്ട് ഒരു സമയം വരും. അത്രയും രീതിയിലുള്ള ഒരുപാട് കടമ്പകൾ, ഒരുപാട് മോഹഭംഗങ്ങൾ, ഒരുപാട് ചവിട്ടിത്താഴ്ത്തലുകൾ, അതിൻ്റെയൊക്കെ അവസാനത്തിലാണ് ഞാൻ ഈ സിനിമയെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നേരത്തെ ഇന്ദു സൂചിപ്പിച്ചതുപോലെ ഹീലിങ്ങിന് എനിക്കിപ്പോഴും സമയമായിട്ടില്ല. അതിനെനിക്ക് ഒരുപാട് വർഷങ്ങളെടുക്കും. അതുകൊണ്ട് കാണി എന്നുള്ള രീതിയിൽ ഇവിടെ ഫിലിം മേക്കർ ആയിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും ഒരു ലൈബ്രറിയൻ എന്നുള്ളത് മാറ്റി ഒരു സിനിമ സംവിധായിക ആയി മാറുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക് മറിച്ച് പറയാനായിട്ടുള്ളത്. ഞാനൊരു സിനിമാ സംവിധായികയായി എന്നെ കണ്ടിട്ട് 10-20 വർഷങ്ങളായി. അപ്പോൾ ഒരു 20 വർഷത്തോളം ഞാനൊരു ഒളിവ് ജീവിതം പോലെ നയിക്കുകയായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പല കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് പെട്ടെന്ന് സാധ്യമായി എന്നുള്ള രീതിയിൽ. ആ തരത്തിൽ ഒരുപാട് വർഷങ്ങളുടെ വായന, നേരത്തെ ഇന്ദു പറഞ്ഞത് വളരെയധികം സത്യമാണ്. നമ്മുടെ വായനയും എഴുത്തുമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്ര വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഴുത്ത്, വായന, ആ തരത്തിലുള്ള ഒരു എന്താ പറയുക, ഉള്ളിലുണ്ടാവുന്ന നമ്മുടെ ഒരു സ്പേസ് ഉണ്ട്. ഇന്നർ സ്പേസിൻ്റെ കരുത്ത് കൊണ്ടാണ് സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാം എഴുതാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഈ ബോഡി, ഇപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഞാൻ തന്നെയാണെന്ന് പറയേണ്ടി വരും. പലർക്കും ഈ സിനിമ കാണുമ്പോൾ ഇത് വളരെ അപ്സേഡോ അല്ലെങ്കിൽ ഓക്വേർഡ്, ഭയങ്കര ബോൾഡായിട്ടോ അങ്ങനെയുള്ള രീതിയിലുള്ള പല ഡയലോഗുകൾ അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വലുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ഒരുപാട് നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം ഈ തരത്തിലുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള എൻ്റെ സിനിമയിൽ ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത് ഞാൻ കടന്നു പോയിട്ടുള്ള പല സൂക്ഷ്മങ്ങളായിട്ടുള്ള എൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ചില നിമിഷങ്ങളാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ നിമിഷങ്ങളെ ഞാൻ ഈ സിനിമയിലൂടെ അവതരിപ്പിച്ചിട്ടാണ്. ഈയൊരു തിരുവനന്തപുരത്ത് ഞാൻ പഠിക്കാൻ വരുമ്പോൾ എനിക്ക് വളരെ തിക്കായിട്ടുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഒരു എനർജി ആയിരുന്നു. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ എനിക്ക് എന്നെ പ്രതിഫലിപ്പിക്കുന്നത് പോലെ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു തീവ്രതയുടെ ഒരു ചെറിയൊരു അംശം കൊണ്ട് ഈ സിനിമയിൽ കൊണ്ടുവരാൻ പറ്റി. അതാണ് ഗേൾ ഫ്രണ്ട്സ് എന്നുള്ള ഈ സിനിമ. താങ്ക് യു ശോഭന. ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ആ പറഞ്ഞത് എനിക്ക് ഭയങ്കര ടച്ച് ചെയ്ത് ഒന്നുകൂടിയാണ്. കാരണം സ്ത്രീകളെ പറ്റി പൊതുവെ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് പിന്നെ തമ്മിൽ ചേരില്ല എന്നുള്ളതാണ്. സൗഹൃദത്തിൽ ഭയങ്കര പുറകിലാണ് എന്നുള്ള ഒരു നരേറ്റീവ്, ഒരു പൊതുബോധ നിർമ്മിതി സിനിമയിലൂടെ മാത്രമല്ല അല്ലാതെ തന്നെ ഒരു നരേറ്റീവ് ഉണ്ട്. അപ്പോൾ ശോഭന പറയുമ്പോൾ തന്നെ ഞാനിവിടെ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ തിരുവനന്തപുരത്തെ അറിയുന്ന സമയത്ത് ഈ ഒരു സൗഹൃദം ഇതിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ അത് പറഞ്ഞു വെക്കുന്നത് ഈ സ്ഥിരം നരേറ്റീവിനെ ഒരു പൊളിക്കലാണ് എന്നതിൽ തർക്കമില്ല. അത് തന്നെ ആ സിനിമയുടെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇനി സിനിമകൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ ഇനി നമ്മുടെ സിനിമയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം. ആ ഒരു നരേറ്റീവിനൊരു വ്യത്യസ്തത വരും എന്നുള്ളതാണ്. KSFDCയുടെ ഭാഗമായിട്ടാണ് ശിവരഞ്ജിനിയുടെ വിക്ടോറിയ എന്ന് പറയുന്ന സിനിമ നമ്മളിവിടെ കണ്ടത്. KSFDCയുടെ
വനിതാ സംവിധായകരുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ മുൻ വർഷങ്ങളിൽ നമ്മൾ ഇന്ദു ഇവിടെ ഉണ്ട് ഓൾറെഡി, നീള ചെയ്തു, പിന്നെ അതുപോലെ ശ്രുതി, പിന്നെ അങ്ങനെ താര, മിനി ചേച്ചി, അങ്ങനെ നമ്മൾ 4 വനിതാ സംവിധായകർ ഓൾറെഡി നമ്മൾ കണ്ടു. പുതിയ ഒരാൾ വന്നിരിക്കുകയാണ്. അപ്പോൾ വിക്ടോറിയ എന്ന് പറയുന്ന സിനിമ എനിക്ക് ശിവരഞ്ജിനിനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫിലിം സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ PhD ചെയ്യുന്നു IIT-യിൽ. അപ്പോൾ ഞാനിങ്ങനെ വായിച്ചു, ഒരു ഇതുപോലെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സിനിമയായിരുന്നു മോഹം, പിന്നീട് അത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതെയാണ് ഫിലിം സ്റ്റഡീസിലേക്ക് പോകുന്നത്, അല്ല ഫിലിം സ്റ്റഡീസ് എന്നല്ല, ഞാൻ പഠനത്തിലേക്ക് PhD-യിലേക്ക് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള സാഹചര്യം, ഞാൻ പറഞ്ഞത് സ്ത്രീ എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായകയുണ്ടോ? എങ്ങനെയാണ് ആ ഒരു അപ്രോച്ച് നടത്തിയത്, അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്നത്? ഈ പ്രൊജക്റ്റ് എങ്ങനെ സഹായകമായിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഒരു ചോദ്യം. താങ്ക് യു. ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ അത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ജോലി എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടായതിനു ശേഷം മാത്രം സിനിമ കോഴ്സ് പഠിക്കാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ മാസ്റ്റേഴ്സ് ചെയ്തത്, ഫിലിം ആൻഡ് വീഡിയോ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു. ഞാൻ ചെയ്തൊരു സിനിമ ഇവിടെ IDSFKയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫീച്ചർ സിനിമ ചെയ്യുക എന്നുള്ളൊരു സ്വപ്നം സാധിക്കുന്നത് ഒരിക്കലും വിചാരിച്ചില്ല. ഇൻഡസ്ട്രിയിൽ പോയി വർക്ക് ചെയ്യാനും അങ്ങനെയുള്ള ഒരു സാഹചര്യമോ പരിചയമോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷനോ അല്ലായിരുന്നു. അപ്പോൾ ഒരു സിനിമയിൽ തന്നെ നിൽക്കണം, സിനിമയെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് PhD ഫിലിം സ്റ്റഡീസ് പഠിക്കുന്നത്. അങ്ങനെ ഒരു സിനിമ പഠിക്കാനോ പഠിപ്പിക്കാനോ ഒക്കെ പോവാം എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് ഈ ഒരു ഫണ്ടിനെ കുറിച്ച് അറിയുന്നതും അത് അപ്ലൈ ചെയ്ത് കിട്ടുന്നതൊക്കെ. അല്ല, എങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിനെ ബന്ധപ്പെടുത്തിയാണ് അല്ലെ സിനിമ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട അല്ലെങ്കിൽ നരേറ്റീവിനകത്തൊന്നും സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ഇടങ്ങൾ, ഇപ്പോൾ ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പങ്കുവയ്ക്കലുണ്ട്. മുമ്പ് IFFK തന്നെ ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട് ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ടുള്ള. അപ്പോൾ ഈ ഇടത്തിനകത്ത് സ്ത്രീകൾ കൂട്ടുകൂടുകയും സംസാരിക്കുകയും രാഷ്ട്രീയം പറയുകയും ബ്യൂട്ടിയെ പറ്റി സംസാരിക്കാൻ പലതരത്തിലുള്ള ആശങ്കകളും കൺസേണുകളും ഉണ്ട്. അപ്പോൾ അത്തരം ഇടങ്ങൾ തേടിപ്പോകുന്ന അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് വരാത്ത പുതിയ നരേറ്റീവുകളെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു പ്രമേയം. ഞാനൊരു 4-5 വർഷം മുമ്പ് അങ്കമാലി അടുത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെയുള്ളൊരു ചെറിയ പാർലറിൽ പോയപ്പോൾ അവിടെ ഒരു കോഴി ഇരിക്കുന്ന കണ്ടു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു 1 ലൈൻ എഴുതിയത്. പിന്നെ ഈ പ്രോജക്റ്റിൻ്റെ ഇത് വന്നപ്പോൾ അത് അപ്ലൈ ചെയ്യായിരുന്നു. ഞാൻ ഒരു ഇടത്തരം പാർലർ എന്നുള്ളൊരു സാധനമാണ് ഒരു വ്യത്യസ്തമായിട്ട് കാണിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഒരു ഹൈ എൻഡ് യൂണിസെക്സ് പാർലറൊന്നല്ലാതെ സാധാരണ സ്ത്രീകളൊക്കെ വന്നു പോകുന്നൊരു സ്ഥലം, അവിടെ അവരുടെ സംഭാഷണങ്ങൾ, അവരുടെ കഥകൾ, അതൊക്കെയാണ് സിനിമയിലൂടെ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ബ്യൂട്ടി പാർലറിലെ ഒരു ദിവസമല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് എല്ലാ ആളുകളും ഒരു പക്ഷേ ഈ കാഴ്ച കണ്ടുപോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോവാത്ത ആളുകൾ കുറവായിരിക്കും. ഈവൻ ആണുങ്ങളും സ്ത്രീകളും ഒക്കെ പോകുന്നുണ്ട്. പ്രമേയ പരിസരത്തേക്ക് അതിനെ എടുക്കാൻ എന്തെങ്കിലും പ്രത്യേകത തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആലോചനയിൽ ഇപ്പോൾ പൊതു ആലോചനയ്ക്കകത്ത് വന്നു പോവാത്താണ്, പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്കകത്ത് പാർലറിലൊക്കെ പലപ്പോഴും ഒരു പരിഹാസ സ്ഥലങ്ങളായിട്ടാണ് സിനിമയ്ക്കകത്ത് നിരന്തരം വന്നിരുന്നത്. അപ്പോൾ ഈ നോർമലായിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിക്കണം എന്നുള്ള ആലോചന ഉണ്ടായിട്ടുണ്ടോ, അതോ അല്ലാതെ അത് വന്നത് എങ്ങനെ? സ്ത്രീകൾ ഇരുന്നിട്ട് സംസാരിക്കുന്നത് എന്താണെന്നുള്ള ഒരു ഇമാജിനേഷൻ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം അതൊരു മുഖ്യധാരയിൽ വരുന്ന ഇമാജിനേഷനിലെ കാര്യങ്ങൾ പലപ്പോഴും കാണുമ്പോൾ ഇങ്ങനെയല്ല നമ്മൾ പറയാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ആദിത്യ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ശരിക്ക് 2ാമത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. ആദ്യത്തെ സിനിമ നീലമുടിയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ നീലമുടി ഇവിടെ കണ്ടു. അതിൻ്റെ സംവിധായകൻ ഇവിടെ ഉണ്ട്, ശരത് കുമാർ. അതിൽ നടി അഭിനയിച്ചിട്ടുണ്ട്. വീണ്ടും പുതിയ പടവുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പടവുമായിട്ട് ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര കുറേ കൂടി ഹൈപ്പർ സെക്ഷൽ ആയിട്ടുള്ള 2 പുരുഷന്മാരുടെ കഥ പറയുന്നു. അപ്പോൾ ഇതും പറഞ്ഞോളൂ, ഞാൻ 4 കഥകളിലേക്ക് വരുമ്പോഴും കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നു, സ്ത്രീകളുടെ ഗേൾ ഫ്രണ്ട്സ് സൗഹൃദത്തെക്കുറിച്ച് പറയുന്നു, ബ്യൂട്ടി പാർലർ മറ്റൊരിടത്തെ പറ്റി പറയുന്നു, അതുപോലെ തന്നെ ഹൈപ്പർ സെക്ഷലായ 2 പുരുഷന്മാരുടെ ജീവിതത്തെക്കുറിച്ച്, അതിലേക്കൊരു സ്ത്രീ വരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൻ്റെ മുഖ്യധാരയിൽ പ്രത്യേകിച്ച് പുരുഷന്മാരെ പറ്റിയൊക്കെ നമ്മൾ നടക്കാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ആദിത്യയോട്
പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ളത്, സത്യത്തിൽ ഡ്രാമ സ്കൂളിലാണ് പഠിച്ചത് അല്ലെ, പിന്നീട് ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ പെർഫോമൻസ് സ്റ്റഡീസ് പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചുകൊണ്ട് നമ്മൾ ന്യൂസ് പേപ്പർ ബോയൊക്കെ അന്ന് വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് ക്രൗഡ് ഫണ്ടിങ് നടത്തി പിരിച്ച് ചെയ്ത സിനിമയാണ്. അതുപോലെ ഇവർ ചെറിയ ചെലവ് കൊണ്ട് ഐഫോണിൽ ഇങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഊർജമായിട്ട് സിനിമ നിർമ്മിച്ചതിനെ കുറിച്ചൊന്ന് പറയാൻ. ഞാൻ കാസർഗോഡ് ഉള്ള കൊന്നക്കാട് എന്ന് പറയുന്ന ഒരു നാട്ടിൻപുറത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന അവിടെ റേസ് ചെയ്യപ്പെട്ട ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ സ്വപ്നങ്ങളെല്ലാം ഭയങ്കര പരിമിതമായിരുന്നു. കാരണം ഇപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ചിന്തകൾ കാരണം ഭയങ്കര അവിടുത്തെ സ്ട്രക്ചറേ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് സിനിമ എന്നൊക്കെ പറയുമ്പം അത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണെന്ന ചിന്ത വെച്ച് പുലർത്തിയിരുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ സിനിമ എന്നുള്ള സ്വപ്നം പ്രകടിപ്പിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ ഉള്ളതാണ് സിനിമ ചെയ്യുക, അഭിനയിക്കുക, സംവിധാനം ചെയ്യുക. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് എൻ്റെ ഫിസിക്ക് ഇങ്ങനെ അല്ലായിരുന്നു, ഞാൻ കുറച്ചും കൂടെ തടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് അഭിനയം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഇത് പറഞ്ഞ ഉറപ്പായിട്ടും മറ്റുള്ളവരെ കളിയാക്കും, അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സിനിമ എന്നുള്ള ഒരു വലിയ സ്വപ്നവും ഇതൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഈവൻ വീട്ടിൽ പോലും അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്വപ്നം ഉണ്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടി പല വിധത്തിൽ അതിന് കഷ്ടപ്പെടാൻ സ്ട്രഗിൾ എടുക്കാൻ റെഡിയാണെങ്കിലും എത്തരത്തിലാണ് ഇതിലേക്ക് എത്തിപ്പെടുക, എന്താണ് ചെയ്യേണ്ടത്, എന്ത് പ്രയത്നമാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു അറിവോ ധാരണയോ എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ സ്കൂളുകളിലായിരുന്നപ്പോൾ നാടകങ്ങൾ ചെയ്യുക, മോണാക്ട് ചെയ്യുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും പിന്നെ +2 കഴിഞ്ഞിട്ടാണ് യാദൃച്ഛികമായി ഡ്രാമ സ്കൂളിലേക്ക് വരുന്നത്. അവിടെ വെച്ചുണ്ടായിരുന്ന സൗഹൃദങ്ങളാണ് ആക്ച്വലി ഇങ്ങനത്തെ ഒരു വേദിയിലേക്ക് എന്നെ എത്തിച്ചത്. അവിടെ വെച്ചാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നീലമുടിയുടെ സംവിധായകൻ ശരത് കുമാറിനെ പരിചയപ്പെടുന്നത്. എൻ്റെ ബാച്ച്മേറ്റായിട്ട് ഇതിൽ വർക്ക് ചെയ്ത ഗായത്രി അല്ലെങ്കിൽ മജീദ്, അങ്ങനെ കുറച്ച് പേരെ പരിചയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു സ്പേസിൽ വെച്ച് സിനിമയുടെ ചർച്ചകളും സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് പേരെ കണ്ടുമുട്ടാനും അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകാനും തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം നീലമുടി എന്ന സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നീലമുടി ഇവിടെ വന്നു, ഇവിടെ നല്ലൊരു പ്രതികരണം നീലമുടിക്ക് ലഭിച്ചു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അതിലൊരു അഭിനേത്രിയായിട്ടാണ് ഞാൻ നീലമുടിയിൽ വന്നിരുന്നത്. ശേഷം സംവിധാനം ചെയ്യുക എന്നുള്ളതും സിനിമ ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഈ സംവിധാനം ചെയ്യുക എന്നുള്ളതും ഒരു വലിയ ആഗ്രഹമായിട്ട് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരിക്കലും ഒരു പത്രവാർത്ത കാണുകയുണ്ടായി. ഒരു നാട്ടിൻപുറത്ത് ഒരു നാട്ടിൽ ഒരു പശുവായി ഒരു മധ്യവയസ്കൻ സെക്സ് ചെയ്തു എന്നൊരു വാർത്ത കണ്ടു. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ടോ എന്നൊരു ചിന്തയിൽ ഈ ഒരു കണ്ടൻ്റാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ടീമിൻ്റെ മുന്നിൽ വെച്ചത്. അപ്പോൾ അവരും പല ഇൻസിഡൻറ്റുകൾ, സമാനമായ ഇൻസിഡൻറ്റുകൾ, ന്യൂസുകൾ ഒക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നുമാണ് ഈ ഒരു കഥയുടെ ആശയം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനത്തെ ഒരു ടീം ഉണ്ടായത്, ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് അതിൻ്റെ ശക്തി ഭയങ്കര വലുതായിരുന്നു. കാരണം ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ, അതായത് എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ റൈറ്റിങ്, എഡിറ്റിങ്, അങ്ങനെ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഈ സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പം പ്ലാറ്റ്ഫോമുകളുടെ അഭാവം, ഇപ്പം IFFK പോലുള്ള ഒരു വേദി ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ എത്തി നിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കേഴ്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പുറത്തുള്ള ഓഡിയൻസിന് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളുടെ അഭാവം, ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു നല്ലൊരു ടീം ഉണ്ടായത് കൊണ്ടാണ് ഇതിനെയൊക്കെ മറികടന്ന് ഇപ്പോൾ ഈ വേദിയിൽ എൻ്റെ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റിയത്. താങ്ക് യു ആദിത്യ ബേബി. കാമദേവൻ നക്ഷത്രം കണ്ടു എന്നുള്ള സിനിമയുമായി ഇവിടെ എത്തിയതിന്. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ നമ്മൾ 4 പേരോട് സംസാരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. കാരണം പാട്രിയാർക്കിയുടെ ഒരു പക്ഷേ പുരുഷാധിപത്യത്തിൻ്റെ ഒരു സ്ട്രക്ചറിനകത്ത് വരാത്ത പുതിയ ആഖ്യാനങ്ങളുമായിട്ട് വരികയാണ്. എൻ്റെ സിനിമ എന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്തൊരു പുതിയ നരേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ശൈലി ഒക്കെ തീർത്തുകൊണ്ടാണ് വരുന്നത്. നിലനിൽക്കുന്ന സ്റ്റീരിയോ ടൈപ്പുകളെ ചോദ്യം ചെയ്യുന്നു, കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ
ഇന്ദുവിൻ്റെ സിനിമയെ കുറിച്ച് ഞാൻ വായിച്ചത് അങ്ങനെയാണ്, അല്ലെങ്കിൽ കുടുംബത്തിലേക്കാണ്, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് സ്വന്തം ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടും കൂടി ഉണ്ടായിരിക്കും. അതിലേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സിനിമാറ്റിക് ശൈലി രൂപപ്പെടുത്തുന്നത് എങ്ങനെയായിരുന്നു ആ കഥ പറയാൻ വേണ്ടിയിട്ട്? ഞാനതിനെ സിനിമയായിട്ട് കാണുന്നതിന് മുന്നേ അതിനകത്തൊരു വൈകാരികതയാണ് ആദ്യം കണ്ടത്. ഇതിലെ ഞാൻ പറഞ്ഞ പോലെ അത് സിനിമയായി, വിഷ്വലായി, ശബ്ദമായി, മ്യൂസിക്കായി, അതിൻ്റെ ടോട്ടാലിറ്റിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വൈകാരികതയാണ്. ഫോർ മീ അത് എഴുതുന്ന സമയത്താണെങ്കിലും ഞാൻ അതിൻ്റെ ഒരു ആ ലാംഗ്വേജ്, ഈ സിനിമാറ്റിക് എന്നുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ കോൺഷ്യസ് അല്ല. ഫോർ മീ ഞാൻ ആ കഥ പറയുമ്പോൾ അത് എത്രയും സത്യസന്ധമായി എങ്ങനെ പറയാം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇതിൽ ഒരു ഷോട്ടുണ്ട്, ജാനകി എന്ന് പറയുന്ന കഥാപാത്രം ഓടിൻ്റെ ചില്ലിലൂടെ കാണുന്നൊരു പുക, അത് അത്രയും മതി എന്നുള്ളത് അത് ഞാൻ കണ്ട കാഴ്ചയാണ്. അത്രമാത്രം കാണുമ്പോൾ അതിൻ്റെ പൂർണ്ണത നമ്മൾ കാണാണ്ട്, മറ്റ് വിശദാംശങ്ങളൊന്നും കാണാതെ അത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ജാനകി പിന്നീട് അത് കേൾക്കുന്നുണ്ട്, അതും ഞാൻ കേട്ട കാര്യമാണ്. ഇത്രയും ക്രൂരമാണോ മനുഷ്യർ? സാധാരണ നമ്മൾ ഒരു നാട്ടുമ്പുറത്തൊക്കെ ഉള്ള ആൾക്കാർ നന്മകളാൽ സമൃദ്ധം എന്നാണ് പറയുന്നത്. വളരെ നന്മയുള്ള മനുഷ്യരാണ്, ഇന്നസെൻ്റ് ആണ്. ഡെഫിനറ്റ്ലി അവർ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അതിലും ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ചില വാക്കുകൾ അത് 20 വർഷത്തിന് ശേഷവും ഇപ്പോഴും അത് എൻ്റെ കാതുകളിൽ നിന്നും മാറിയിട്ടില്ലാത്ത ഒരു വാചകമാണ്. അത് ഞാൻ കേട്ട ഡയലോഗാണ്. അതിനോട് എനിക്ക് അന്ന് പ്രതികരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ടയേർഡായിരിക്കും, നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, അപ്പോൾ നമുക്ക് പ്രതികരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ആ സിനിമാറ്റിക് എന്നുള്ളതിനേക്കാൾ ഫോർ മീ ആ കണ്ട കാഴ്ചകൾ ചേർത്ത് വെച്ച് ആ ഒരു വൈകാരികതയുടെ ഒരു പസിൽ സോൾവ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നമാണ്. കേട്ട കാര്യങ്ങളും കണ്ടതും ഈ ചില നമ്മൾ കണ്ട വിഷ്വൽസ് ഉണ്ട്. അത് ഞാൻ ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളല്ല. ഇപ്പോൾ ഇൻ്റർനാഷണൽ മൂവീസൊക്കെ ഇപ്പം എൻ്റെ എഡിറ്റർ അപ്പു, സിനിമാറ്റോഗ്രാഫർ രാകേഷ്, ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ലോക സിനിമയുടെ ഒരുപാട് വലിയ ആൾക്കാരെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ അതെനിക്ക് അവർ അത്രയും ഒരു എന്താ പറയുക, ലോക സിനിമയിലെ പ്രസൻസോ അങ്ങനെ വലിയ പേരുകളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് സിനിമയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കഥ പറച്ചിലിൻ്റെ ഒരു ഊർജം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് സിനിമയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ള നേരിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് എൻ്റെ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. അതുകൊണ്ട് ഒരു റെഫറൻസ്, പലരും സിനിമ ചെയ്യുമ്പോൾ പറയാറുണ്ട് റെഫറൻസുകൾ. എനിക്ക് സത്യം പറഞ്ഞാൽ റെഫറൻസുകൾ അറിയത്തില്ല. കാരണം എൻ്റെ സിനിമയുടെ ആ ഒരു ലൈബ്രറി ഓഫ് മെമ്മറീസ് വളരെ കുറവാണ്. ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള മലയാള സിനിമകളാണ്. മലയാള സിനിമകളിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകൾ ധാരാളമുണ്ട്. ആ കഥ പറച്ചിലിൻ്റെ ഒരു ക്രാഫ്റ്റ് അത് എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് അറിയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നുമില്ല. ബിക്കോസ് മലയാളം മൂവീസ്, ഹൗ ഇറ്റ് ഹാസ് കണക്റ്റഡ് വിത്ത് മീ ആൻഡ് ഹൗ ഇറ്റ് കണക്ട്സ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ സിനിമാറ്റിക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ കഥ പറയുമ്പോൾ ഏറ്റവും സത്യസന്ധമായി ഞാൻ കണ്ട കാഴ്ചകൾ, കേട്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ, ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ചിട്ട് ആ ഒരു വൈകാരികമായിട്ടുള്ളൊരു ചിത്രം പൂർത്തിയാക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു. അതിൽ കലർപ്പുകളില്ലാതെ ചെയ്യുക. ഇപ്പം നിളയുടെ കാര്യത്തിലും അത് തന്നെയാണ്. നിളയിൽ ഞാൻ പറഞ്ഞ പോലെ അത് ഓട്ടോബയോഗ്രഫിക്കലല്ല ഒരിക്കലും, പക്ഷേ ആ കഥാപാത്രത്തിൻ്റെ ഒരു ആർജവം അത് എന്നിൽ നിന്നുള്ളതാണ്, അത് എനിക്ക് പരിചിതമായിട്ടുള്ളതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് നമുക്ക് എഴുതുമ്പോഴും അതിനൊരു പൂർണ്ണത കൊടുക്കാനായിട്ട് പറ്റുന്നത്. നിളയിലാണെങ്കിലും അതിൻ്റെ ഒരു ഫസ്റ്റ് വിഷ്വൽ എന്ന് പറയുന്നത് അതിൻ്റെ സീലിംഗ് ആണ്. അതൊരു സർജറിക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകുമ്പോൾ ആ ഹോസ്പിറ്റൽ കോറിഡോറിൽ ഞാൻ കണ്ട കാഴ്ചയാണ്. അപ്പോൾ വളരെ ടെൻസ്ഡായിട്ട്, വളരെ ടെൻഷനോടുകൂടി പേടിച്ചിട്ട് ഞാൻ ഈ കാഴ്ച കാണുമ്പോൾ ഇതിനകത്തൊരു അൺസർട്ടനിറ്റി ഉണ്ട്. കാരണം സർജറിക്കാണ് പോകുന്നത്. സർജറി വളരെ സുഖമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ആ കാഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മാലതി എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ആ കാഴ്ചയിൽ നിന്ന് തുടങ്ങണം എന്ന് തോന്നി. കാരണം ആ കാഴ്ച എനിക്കൊരു തിരിച്ചറിവായിരുന്നു. കാരണം കുറച്ച് ദിവസം എനിക്ക് ഈ കാഴ്ചയായിരുന്നു.
സീലിംഗ് അല്ലാതെ മറ്റൊന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ച. അപ്പോൾ അത് മാലതിയെ സംബന്ധിച്ചിടത്തോളം ഒരു 75-year-old വുമണാണ്. പക്ഷേ ഇത് സംഭവിക്കുന്നത് എൻ്റെ early 30s-ലാണ്. പക്ഷേ അനുഭവങ്ങൾ, കാഴ്ചകൾ, ഇത്തരത്തിലുള്ള തിരിച്ചറിയലുകൾ, അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രോബ്ലി ആ സിനിമയുടെ കഥ പറച്ചിലിൽ എൻ്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ ഞാൻ ഒരുപാട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പല ആൾക്കാരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിരിക്കും, പ്രായം ചെന്ന ആൾക്കാരാണെങ്കിൽ. അപ്പം അത്തരത്തിലൊരു ലൈബ്രറി ഓഫ് മെമ്മറീസ് ഉണ്ട് ഞാൻ കാണാത്തൊരു കാലഘട്ടത്തിലേക്ക്. ഇപ്പോൾ ചില അമ്മൂമ്മമാരൊക്കെ പറയുന്ന കഥകളൊക്കെ എനിക്ക് ഇഷ്ടത്തോടു കൂടി തന്നെ, അപ്പം അങ്ങനൊരു ലോകം എൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ കാണാത്ത, ഞാൻ ജനിച്ചിട്ടില്ലാത്ത, ഞാൻ ജീവനോടെ ഉണ്ടാകാത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, എനിക്ക് മുന്നേ ഉള്ള ഒരു കാലഘട്ടം. അത് കേൾവിയിലൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അവരുടെ ഒരു കൾച്ചറൽ സ്പേസ് എന്താണ് എന്നൊക്കെ ഉള്ളത്. സോ ഫോർ മീ സിനിമ എന്ന് പറയുമ്പോൾ അത് ഈ പല പല എലിമെൻറ്റ്സ് വന്ന് അവിടേക്ക് വീഴുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതൊരു വലിയ ഉത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സ്ത്രീ സിനിമ എന്നതിനുള്ള വലിയൊരു ഉത്തരമായിട്ടാണ് തോന്നുന്നത്. ഒന്ന്, അതിൽ ചേർത്ത് വായിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ എൻ്റെ സിനിമയ്ക്ക് റെഫറൻസ് ഇല്ല എന്ന് പറയുന്നത്. കാരണം നമ്മൾ നോക്കിയാൽ അറിയാം, നിലനിൽക്കുന്ന റെഫറൻസുകൾ എന്താണ്, പൊതുബോധം ഉണ്ടാക്കിയ റെഫറൻസുകളെ തേടിപ്പോയിട്ടാണ് പുതിയ കാല സിനിമകൾ ഉണ്ടാവുന്നത്. അത് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പം എനിക്ക് റെഫറൻസ് ഇല്ല എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഞാനില്ല എന്നതിൻ്റെ ഒരു തുടർച്ചയാണ്, അല്ലെങ്കിൽ ഒരു പറച്ചിലാണ് എന്ന് നമുക്ക് പറയാം. 20 കൊല്ലം മുമ്പ് കേട്ട ഒരു വാക്കിൽ നിന്ന് അത് എന്നെ അനുഭവിച്ചതിലേക്ക് പകരമായിട്ടാണ് ഞാൻ എൻ്റെ സിനിമ വെക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതിരോധത്തിന്റെ കലാരൂപമായിട്ട് സിനിമ വളരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വലിയ ചരിത്രം ചേർത്ത് വെച്ചുകൊണ്ട് സ്വന്തമായ ഭാഷ ഉണ്ടാക്കാനുള്ള ശ്രമം, അതുകൊണ്ടാണ് സിനിമാറ്റിക് ആക്കാൻ ഞാൻ ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഹീറോസ് ജേണിയൊക്കെ ആയിട്ടാണ് പൊതുവെ സംവിധായകര്, ഞാൻ പറഞ്ഞത് പുരുഷ ബോധ്യമുള്ള അല്ലെങ്കിൽ പാട്രിയാർക്കിയെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ആണായതുകൊണ്ട് പാട്രിയാർക്കലാണെന്ന് ഞാൻ പറയുന്നില്ല, അത്തരം ആളുകൾ ആലോചിക്കുന്നത്. അപ്പോൾ ഈ ഹീറോസ് ജേണിക്കകത്ത് തന്നെ ഈ ഒരു ട്രാവൽ ഉണ്ട്. അപ്പോൾ എനിക്ക് റെഫറൻസ് ഇല്ലാതെ ഞാൻ നോക്കി പോകുന്നത് എൻ്റെ പരിചിതമായ അനുഭവങ്ങളിൽ നിന്നും എൻ്റെ സിനിമയിലേക്കുള്ള അന്വേഷണമാണ് എന്ന് ഇന്ദു പറയുന്നതിലാണ് സ്ത്രീ സിനിമയുടെ രാഷ്ട്രീയം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ചോദിക്കാനുള്ളത്, ശോഭനയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, ഇങ്ങനെ 25 കൊല്ലം ഒരു നാട്ടിൽ നിന്നതിൻ്റെ ഈ പറഞ്ഞ പോലെ സ്ത്രീ കൂട്ടുകളെ എടുക്കുമ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? കാരണം നമ്മളിപ്പോൾ സിനിമയിലൊക്കെ സ്ത്രീ കൂട്ടുകെട്ടുകളെ എപ്പോഴും കളിയാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് ഈ പരിഹാസ്യങ്ങളുണ്ട്. കുലസ്ത്രീയായ ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ അമ്മ, ഭാര്യ, നല്ല ഭാര്യയായ സ്ത്രീക്ക് ഇതിന് സാധ്യതയില്ല മലയാള സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച്. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നൊരു സ്ഥാപനത്തിനകത്ത് വലിയ പൊളിച്ചു വിടുന്നതിനെ കുറിച്ചൊന്നുമല്ല, പക്ഷേ ഈ സ്ഥാപനത്തിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതും ഒരു വെച്ചിട്ടാണല്ലോ. അപ്പം നമ്മളത് കുടുംബം എന്നല്ല, ഈ പ്രക്രിയക്കകത്ത് ജനാധിപത്യത്തിനകത്ത് നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിൽ പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ലിംഗപരമായും പിന്നെ അതുപോലെ ലൈംഗികപരമായിട്ടൊക്കെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ജീവിത രീതിയുടെ ഭാഗമാവുമ്പോൾ നമുക്കിതിനകത്ത് വലിയ പ്രത്യേകതയൊന്നും തോന്നില്ല, നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആണ്. പക്ഷേ ഈ 5 സ്ത്രീകളെ കൊണ്ട് കഥ പറയിപ്പിക്കുന്നു, അവരുടെ സെക്ഷുവാലിറ്റിയിലൂടെ ഞാൻ കണ്ടിട്ടില്ല, വായിച്ചതാണ്, കടന്നു പോകുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഖ്യാനത്തെ രൂപപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ? ശ്രീദേവി പറഞ്ഞതുപോലെ കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകളെക്കാളും കുടുംബത്തിനെ തള്ളിക്കളഞ്ഞ 5 സ്ത്രീകളാണ് ഞാൻ സിനിമയിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും പുതിയ ഒരു ഇമേജ് ആണെങ്കിലും ഒരു തീമാണെങ്കിലും ഈ സിനിമ മുന്നോട്ട് നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കുകയും ക്രിയേറ്റീവായിട്ട് അതിനു വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് കുടുംബത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അപ്പം അങ്ങനെ ഭൗതികമായി തന്നെ പുറത്ത് കുടുംബത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുറത്ത് ജീവിക്കുന്ന സ്ത്രീകളാണ് എൻ്റെ സിനിമയിലുള്ളത്. പിന്നെ കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അതിൻ്റെ സംഘർഷങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസ് അടക്കം വീട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകൾ വരുമ്പോൾ ഈ പൊളിച്ചെഴുത്ത് പിന്നെ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ
കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ദളിത് അതുപോലെ തന്നെ ട്രാൻസ് വുമൺ സ്ത്രീകളെയാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും ഒരു രീതിയിൽ വളരെയധികം ഈ പ്രാന്തവൽക്കരിക്കപ്പെട്ട ഇത്തരത്തിലുള്ള നമ്മൾ ഈ പ്രിവിലേജുകളൊന്നും ഇല്ലാത്ത സ്ത്രീകളുടെ മെയിൻ സ്ട്രീമിൽ വരുമ്പോൾ എല്ലായ്പ്പോഴും സിനിമകൾ എപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഷ്ടപ്പാടും കണ്ണീരും കഥകളും അത് എൻ്റെ അവിടെ നിന്ന് ആരെങ്കിലും ഒരു സേവിയർ വന്ന് അല്ലെങ്കിൽ അവർ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണ് സ്ഥിരമായിട്ട്. തമിഴിലാണെങ്കിലും ഇന്ത്യൻ സിനിമകളിലെല്ലാം ഒരു ദളിത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദളിത് സ്ത്രീകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദളിത് പുരുഷന്മാരെ അവസാനം കൊല്ലുന്നു. അത് ഒരു യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ ഓണർ കില്ലിങ്ങോ അതൊക്കെ ആവട്ടെ. പക്ഷെ അത് എന്നെപ്പോലുള്ള ദളിതായിട്ടുള്ള ഒരു സ്ത്രീക്ക് അത് വലിയൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ഈ തരത്തിൽ ദളിത് വിഷയത്തിന് അങ്ങനെ സമീപിക്കുമ്പോൾ അവസാനം അവർ കൊല്ലപ്പെടേണ്ടതാണ് എന്നുള്ളത് ഒരു ബോധം നമ്മുടെ എല്ലാവരുടെയും ഒരു ഓർമ്മയിലും ചിന്തയിലും വരികയും അത് അടുത്ത നിങ്ങളുടെ വർക്കിൽ വരുമ്പോൾ അതും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും. കാരണം ആ തരത്തിൽ സന്തോഷങ്ങളില്ലാത്ത ദളിത് ജീവിതങ്ങളല്ല. അങ്ങനെ കുടുംബത്തിന് പുറത്ത് വന്ന് വളരെയധികം ഇൻഡിപെൻഡൻ്റായി ജീവിക്കുന്ന സ്ത്രീകളുടെ ഒരു ജീവിതമാണ് ഞാൻ ഇതിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെയധികം ബോൾഡ് അല്ലെങ്കിൽ അതിൻ്റെ സംഘർഷങ്ങളൊക്കെ അവരുണ്ട്. സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ സിസ്റ്റമായിട്ടെല്ലാം കലഹിക്കുന്നുണ്ട്, ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ ഹ്യൂമിലിയേഷൻ അവരനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കിൽ എൻ്റെ സിനിമയിൽ അഭിനയിച്ച ട്രാൻസ് വുമൻ റോസ ഇവിടെയുണ്ട്. അപ്പോൾ ഈ റോസയെ ഞാൻ അത് പലരും ഈ സിനിമ കണ്ട പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ 5 സ്ത്രീകളിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് റോസ എന്നുള്ള ട്രാൻസ് വുമൻ ചെയ്യുന്നത്. അപ്പോൾ റോസയെ നമ്മൾ സാധാരണയായിട്ട് ഒരു ട്രാൻസ് കഥാപാത്രങ്ങൾ വരുമ്പോൾ അവരെ ഒരു പ്രത്യേകമായ രീതിയിൽ അതിലും പാർശ്വവൽക്കരിച്ചിട്ട് കൊണ്ടുള്ള സിനിമകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒരേ രീതിയിൽ തന്നെ, അതേസമയം ഇന്ന് ഒരേ രീതിയിലും ഒരേ തലത്തിലാണെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അപ്പർ കാസ്റ്റ് സ്ത്രീകളായിട്ടുള്ളവരുടെ ഒരു കൺഫ്യൂഷൻസും അവരുടെ ഒരു പ്രിവിലേജ് നിന്നിട്ടുള്ള ആ തരത്തിലുള്ള പ്രിവിലേജുകളെ ഭംഗിക്കാതെ വളരെ എളുപ്പത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു സുഖജീവിതം അല്ലെങ്കിൽ അത് സിസ്റ്റത്തിന് അടിമപ്പെട്ട് ഈ പട്രിയാർക്കിനെ ചോദ്യം ചെയ്യാതെ തന്നെ അവിടെ എങ്ങനെ സുഖമായിട്ട് അതിനോട് കോംപ്രമൈസ് ചെയ്തിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് കണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ സിനിമയിൽ ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു ശോഭന. എനിക്ക് രസകരമായി തോന്നുന്ന ഒന്ന്, മലയാള സിനിമയുടെ ചരിത്രത്തിൽ പ്രാതിനിധ്യമാണ് സ്ത്രീകളെ കുറിച്ച് പലപ്പോഴും പറഞ്ഞ പോലെ കരയുകയും കുടുംബത്തിനകത്ത് സഹിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ചരിത്രം കൃത്യമായിട്ട് സിനിമ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊരു എപ്പോഴും നിർമ്മിതം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ ഇമേജാണ്. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റേഷനിൽ നിന്നും കർത്തൃത്വത്തിലേക്ക് ഏജൻസി ഉണ്ടാവുന്ന സ്ത്രീകളുടെ അല്ലെങ്കിൽ കർത്തൃത്വത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിനിധാനമല്ല, സാന്നിധ്യമാണ്. സ്ത്രീകളായിട്ട് ഇപ്പൊ വൈകാരികമായ ഭാവനയിലൂടെയാണ് കടന്നുപോയത് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സ്ത്രീകൾക്ക് സിനിമയുടെ ഈ ചരിത്രത്തിൽ സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് റെപ്രസെന്റേഷനിൽ നിന്നത് ഏജൻഷ്യൽ കർത്തൃത്വ സ്ഥാനത്തിലേക്ക് കർത്തൃത്വമുള്ള സ്ത്രീകൾ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുറത്താക്കപ്പെട്ട സ്ത്രീകളാണ് ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന എത്രയോ സ്ത്രീകളുടെ ചരിത്രമുണ്ട്. ആ ചരിത്രം പറയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി ചെയ്ത ഒന്നാണ് എന്ന് തന്നെയുള്ള സന്തോഷമുണ്ട്. അപ്പോൾ ശിവരഞ്ജിനിയുടെയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴെ ശോഭന പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. ഒരു ഫിലിം സ്റ്റഡീസ് PhD ഗവേഷക എന്നുള്ള അർത്ഥത്തിൽ റെപ്രസെൻറ്റേഷനിൽ നിന്നും ഒരു സ്ത്രീയുടെ ഒരു സബ്ജക്റ്റിവിറ്റിയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കർത്തൃത്വത്തിന് വെച്ചാൽ സബ്ജക്റ്റിവിറ്റിയുടെ കർത്തൃത്വത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു പവർ ഡൈനാമിക്സ് ആണ് അതിനകത്തുള്ളത്? നമ്മൾ ഈ കാലം എടുത്തു നോക്കുമ്പോൾ പുതിയ സിനിമയ്ക്കകത്ത് അത് എല്ലാ തരത്തിലുള്ള ആവിഷ്കാരത്തിലുണ്ടെന്ന് തോന്നുന്നു സ്ത്രീകൾ. പുതിയ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്കകത്തൊക്കെ അത് നമ്മൾ കൃത്യമായിട്ട് പ്രതിഫലിച്ചു തുടങ്ങി. കാരണം കൃത്യമായ പിന്നെ ധൈര്യമായി സംസാരിക്കുന്ന, കാര്യം പറയുന്ന, തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന, ഇന്റലക്ച്വൽ സ്പേസിൽ സംസാരിക്കാൻ പറ്റുന്ന, പബ്ലിക്കിൽ നിങ്ങളിപ്പോൾ ഓരോ കാര്യത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ സംസാരത്തിനകത്തുണ്ടാവുന്ന ക്ലാരിറ്റി എന്ന് പറയുന്നത്
പുതിയ ഇപ്പോൾ നമുക്ക് WCCക്ക് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഓരോ സ്ത്രീകളും ഒരു കാര്യം പറയുമ്പോൾ ക്ലാരിറ്റി ഓഫ് തോട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഒരു മാറ്റം സ്ത്രീ മൂവ്മെൻറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ഏജൻസി, സ്ത്രീയുടെ ഏജൻസിയെ കുറിച്ച് സംസാരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എസ്പെഷ്യലി അടുത്ത് നടന്ന കുറേ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഈ സിനിമയിലേക്ക് കുറിച്ച് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ ഞാൻ അങ്ങനെ കോൺഷ്യസ്ലി എടുത്തൊരു തീരുമാനം ഇതിൽ പുരുഷന്മാരെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമയിൽ ശബ്ദമായി മാത്രമാണ് വരുന്നത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസിഷനാണ്. അപ്പോൾ അത് സിനിമാറ്റിക്കലിയും അല്ലാതെ പൊളിറ്റിക്കലിയും ഞാൻ എടുത്തൊരു തീരുമാനമായിട്ട് ആണ് ഞാൻ വയ്ക്കുന്നത്. പ്രധാനമാണ് ആ ആലോചന. പുരുഷന് വേണ്ടാന്ന് വെക്കുകയല്ല, പുരുഷത്തിന് ആവശ്യത്തിനധികം ഒരുപക്ഷെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. സിനിമ മുഴുവൻ പുരുഷന്മാരുടെ കഥ പറയുമ്പോൾ സ്ത്രീകളുടെ മാത്രം ഇടത്തിൽ നിൽക്കുമ്പോൾ അവിടെ മാറ്റി നിർത്തപ്പെടുന്നത് വളരെ പ്രധാനം തന്നെയാണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചു, ബ്യൂട്ടി പാർലറിൻ്റെ കഥ പറയുന്ന സിനിമയ്ക്കകത്ത് വരുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അവിടെ ബോഡി വരുന്നുണ്ട്, ബ്യൂട്ടിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെയൊക്കെ കുറിച്ച് പറയുന്നത് അല്ലെ, സംഭാഷണങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയല്ല സംസാരിക്കുന്നത്, വേറെ കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ സിനിമയിൽ അങ്ങനത്തെ ചോദ്യം ചെയ്യലുകളില്ല, വേറൊരു തരത്തിലുള്ള ഒരു അപ്രോച്ചാണ്. വീണ്ടും ഞാൻ ആദിത്യയിലേക്ക് വരികയാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. പുതിയ അല്ലെങ്കിൽ ഇത്രയും ചെറുപ്രായത്തിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ, പെർഫോമൻസ് സ്റ്റഡീസിൽ അല്ലെങ്കിൽ ഡ്രാമ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഇനി വരുന്ന വരുന്ന സ്ത്രീ സംവിധായകരെ കുറിച്ച് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഇതിലേക്ക് വരാനുള്ളൊരു അവരുടെ ഭാവിയെ കുറിച്ചൊക്കെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സിനിമയിൽ നിലനിൽക്കുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് പുതിയ സാഹചര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ താരതമ്യേനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് ടെക്നിക്കൽ സൈഡിൽ കുറവാണ്. അപ്പോൾ അതിനൊരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അഭാവം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ കുറവ് ഭീകരമായിട്ട് തന്നെയുണ്ട്. കാരണം ഇപ്പം ഞാൻ തന്നെ എൻ്റെ +2 വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഫിലിം പഠിക്കാൻ വേണ്ടി ഫിലിം ഇൻസ്റ്റിറ്റ്യൂഷനുകളെ പറ്റി അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇപ്പോൾ കേരളത്തിൽ KR നാരായണ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഗവൺമെൻറ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. മറ്റ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, പക്ഷേ അതപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആവുന്നു. അപ്പോൾ ഒരു സാധാരണ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എക്സ്പെൻസ് ഒന്നും ബിയർ ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് അത് ചിലപ്പോൾ ഒരു സ്വപ്നം, ഒരു പരിമിതി പോലെ ഇത് ഒരു ക്രൈസിസിലായേക്കാം. ഒരു പരിമിതപ്പെടാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അഭാവം, കാരണം നമ്മൾ അക്കാദമിക്കലി ഇത് പഠിക്കേണ്ട ആവശ്യകത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ അഭിനയത്തിൻ്റെ മേഖലയിൽ നമുക്ക് ഒരുപാട് സ്ത്രീകളുണ്ട്, സംവിധാനത്തിൻ്റെ മേഖലകളിൽ സ്ത്രീകളുണ്ട്. പക്ഷെ നമ്മൾ മറ്റ് വിഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ, മേഖലകളിലേക്ക് നോക്കുമ്പോൾ, അതായത് സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ എഡിറ്റിംഗ് സൈഡിലൊക്കെ താരതമ്യേന കുറവാണ്. ഇപ്പം നമുക്ക് ക്യാമറ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. മേക്കപ്പ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഇതിന് കൃത്യമായിട്ടൊരു പഠനം വേണം. അപ്പോൾ ഈ അക്കാദമിക്കലി ഇത് പഠിക്കാത്ത പക്ഷം, അതായത് ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ കുറവ് മൂലം പലർക്കും ഇതിലേക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പം പലരും തന്നെ ഇപ്പം സിനിമയിൽ അവർക്ക് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതിനുള്ള സാഹചര്യം ഇല്ല. ഇപ്പോൾ സാഹചര്യത്തിന് വേണ്ടി തേടി ഇറങ്ങിയാൽ ഈ പറഞ്ഞ പോലെ പണം വലിയൊരു പ്രതിസന്ധി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ കുറവ്, അല്ലെങ്കിൽ ഇപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കാൻ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറുകളുണ്ട്. ഞാൻ ഇപ്പം ഡ്രാമ സ്കൂളിൽ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ അക്കാദമിക്കലായിട്ട് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് എത്തരത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ എക്സ്പോഷറുകളുടെ കുറവും ഇതിന് വലിയൊരു കാരണമാകുന്നുണ്ട്. പക്ഷേ ഇപ്പം IFFKയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ 4 സ്ത്രീ സംവിധായകർ മലയാളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ ഈ ഇത്തവണത്തെ മേളയുടെ ഒരു വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 52 സ്ത്രീ സംവിധായകരുടെ സിനിമയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഇനി കൂടുതൽ പേരെ പ്രചോദിപ്പിക്കും, കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരും എന്ന് തന്നെയാണ്
എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കൂടുതൽ ആൾക്കാരെ പ്രചോദിപ്പിക്കാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് അറ്റംപ്റ്റ് ചെയ്യാനെങ്കിലും അവരെ തോന്നിക്കും, അല്ലെങ്കിൽ അവരെ പ്രചോദിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി ആദിത്യ. അപ്പോൾ നമ്മൾ ഇത്രയും സംസാരിച്ചതിൽ നിന്നും നമ്മൾ, അല്ലെങ്കിൽ ഇവിടെ സ്ത്രീ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാതെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആലീസ് കെ ബ്ലാഷി മുതൽ നമുക്ക് അല്ലെങ്കിൽ സിനിമയുടെ ഭാഷയെ മാറ്റിമറിച്ച സ്ത്രീകൾ തന്നെ ധാരാളമുണ്ട്. ആ ശബ്ദം എത്രത്തോളം കേട്ടിരുന്നു എന്നതിൽ എനിക്ക് വലിയ സംശയങ്ങളുണ്ട്. പക്ഷെ ഇന്ന് ആ ശബ്ദം ഉറക്കെ കേൾക്കുന്ന ഒരു കാലമാണ്. ആ ശബ്ദത്തിന് അല്ലെങ്കിൽ പല പ്രകാരങ്ങളുണ്ട്. ഓരോ ശബ്ദത്തിനും പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഓരോ സിനിമയും അത് കടന്നു ചെല്ലുന്ന വാതായനങ്ങൾ വളരെ വലുതാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇതുവരെ തുറക്കാത്ത വലിയ ലോകങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കാനും സിനിമയുടെ ഭാഷയ്ക്കകത്ത് തന്നെ ഒരു അഴിച്ചുപണി നടത്താനും ശക്തമായ ശബ്ദങ്ങളാണ് ഈ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട്, ഇനി കേൾക്കാത്ത ശബ്ദങ്ങളുണ്ട്, ആ ശബ്ദങ്ങൾ അടുത്ത അല്ലെങ്കിൽ കേട്ടുകൊണ്ടേ ഇരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാണികളിൽ നിന്നും ചോദ്യങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു. ഇതിൽ ഇന്ദുലക്ഷ്മിയുടെ ഒഴികെ ബാക്കി 3 സിനിമകളും ഇനിയും കാണാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഈസ്തറ്റിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചൊന്നും എനിക്ക് ചോദിക്കാൻ ഇപ്പോൾ കഴിയില്ല. പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ സ്ട്രഗിളിനെ കുറിച്ച് എനിക്ക് ചോദിക്കുകയാണ്. അപ്പോൾ ശോഭനേനെ എനിക്കറിയാം. 20 വർഷം മുമ്പ് വിഷ്വൽ മീഡിയ അല്ല, പൊതുവെ ഉള്ളതാണത്, ഞാൻ ആദ്യം ശോഭനയെ റെഫർ ചെയ്യാന്നേ ഉള്ളൂ. 20 കൊല്ലം മുമ്പ് വിഷ്വൽ മീഡിയ കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന ചിത്രാഞ്ജലിയിൽ ഫിലിം മേക്കിംഗ് വർക്ക്ഷോപ്പ് നടത്തിയത്. 60 ഡേയ്സിൻ്റെ വർക്ക്ഷോപ്പ്, റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പ്. 25 സ്ത്രീകളാണ് അതിൽ പങ്കെടുത്തത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അന്ന് പലപ്പോഴും കുട്ടികളായിരിക്കും, വളരെ ചെറുപ്പമായിരിക്കും എന്നൊക്കെ. ശോഭനയൊക്കെ അന്ന് മുതൽ ഈ സിനിമ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. 20 വർഷത്തിന് ശേഷമാണ് ആ പ്രൊഡക്ഷനിലേക്ക് എത്തുന്നത് തന്നെ. അതൊന്ന്. അതേ സമയത്ത് പ്രൊഡക്ഷൻ്റെ പ്രതിസന്ധികൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ സാധാരണ ഈ പ്രൈവറ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രൊഡ്യൂസർമാരാകുമ്പോൾ വളരെ സ്വാഭാവികമായി വർഷങ്ങളോളം തുടരുന്ന ഒരു സ്റ്റൈലുണ്ട് ഇവിടെ, പുരുഷാധിപത്യത്തിൻ്റെ ഒക്കെ. പക്ഷേ KSFDC പോലെ കേരള ഗവൺമെൻറ് ഒരു ഏജൻസി നടത്തുന്ന പ്രൊഡക്ഷനിൽ ഇന്ദുലക്ഷ്മിയൊക്കെ അനുഭവിച്ച പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ശിവരഞ്ജിനി, അതായത് ഇന്ദുലക്ഷ്മിയിൽ നിന്ന് ശിവരഞ്ജിനിയിലേക്ക് എത്തിയപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ അറിയാനുള്ളത്. ഇവർ ഇടിച്ചു നിന്നവരാണ്, അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം, അതിലത്തെ ചെയർമാൻ മുതൽ അവിടെയുള്ള സബ് സ്റ്റാഫ് വരെയുള്ള പുരുഷാധിപത്യവാദികളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇവർ ഇടിച്ചു നിന്നുകൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയേണ്ടത്. എനിക്ക് മുമ്പ് വന്ന സ്ത്രീകളുടെ സ്ട്രഗിളിൻ്റെ ആയിരിക്കാം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടായിരുന്നില്ല. എനിക്ക് കൂടുതലും ഒരു ഗവൺമെൻറ് പദ്ധതിയിൽ നിൽക്കുന്നതിൻ്റെ വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഫണ്ട് വരാൻ വൈകൽ, അതിൻ്റെ പേപ്പർ വർക്ക്, നമ്മൾ പലതരത്തിൽ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുന്ന ഏകദേശം 1.5 വർഷമായി സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിൽ ഡിലേ ഫണ്ടിങ്ങിൽ വരുന്ന ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കൂടുതൽ അനുഭവിച്ചത്. അല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഇവരൊക്കെ അത്തരം സംസാരങ്ങൾ ഉണ്ടായതുകൊണ്ടാവാം എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. വേറെ തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഉള്ള എല്ലാ ഗവൺമെന്റ് പദ്ധതിയിലും തന്നെ അത് നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളതാണ്. 1.5 കോടിയിൽ എത്ര രൂപയാണ് നിങ്ങളെ പ്രൊഡക്ഷന് ചിലവായത്? അവർ പറയുന്നത്, KSFDC പറയുന്നത് 1.5 കോടിയാണല്ലോ ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. അത് ആദ്യം 1 ലക്ഷം പ്രൊഡക്ഷനും 50 ലക്ഷം അതിൻ്റെ പബ്ലിസിറ്റിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് 70 ലക്ഷമായി അല്ലേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. 70 ലക്ഷം പ്രൊഡക്ഷൻ, ബാക്കി 80 ലക്ഷത്തിൻ്റെ എന്ത് പബ്ലിസിറ്റിയാണ് ഈ 4 സിനിമകൾക്ക് നടത്തിയത് നമുക്കറിയില്ല. പോസ്റ്റർ പോലും ഇല്ലായിരുന്നു. തലേ ദിവസമാണ്, നാളെയാണ് റിലീസ് എന്ന് സംവിധായകനെ വിളിച്ചു പറയുകയാണ് KSFDC-ന്ന്. നാളെയാണ് റിലീസ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഈ സംവിധായകർ നമ്മളെ വിളിച്ച് പറയാണ് അവിടെ ഏതെങ്കിലും തിയേറ്റർ കിട്ടുമോ എന്ന് ആലോചിച്ച് നോക്കുക. അതിനുമേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യല്ലേ നല്ല, എന്തിനാണ് വേറെ ഡിസ്ട്രിബ്യൂട്ടർക്ക് പൈസ കൊടുക്കുന്നത്? അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ സിനിമ എടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെയധികം ഒരു ഫീച്ചർ ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതിന് വേറൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ഫണ്ട് ഗവൺമെൻറ് തന്നത് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും അതിന് ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട്. ആ പദ്ധതി ഒരുപാട് ഇമ്പ്രൂവ് ആവാനുണ്ട്. ഒരുപാട് തരത്തിൽ ഇരുന്ന് സംസാരിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിന് വേണ്ട മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതെല്ലാം സംസാരിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു പദ്ധതി ഇനിയും മുന്നോട്ട് വരണം. ഒരുപാട് സ്ത്രീ സംവിധായകർ ഇനിയും ആ പദ്ധതിയിലൂടെ പുതിയ സിനിമകൾ, അവർ ആദ്യത്തെ സിനിമകൾ ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ടെക്നിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റുഡിയോയിലെ ഇഷ്ടംപോലെ നമുക്ക് റിസോഴ്സസ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന നല്ല ടെക്നീഷ്യൻസിനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്രയും ഫണ്ട് നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഡക്ഷനിൽ കിട്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടി. അപ്പോൾ ഇത് ഇനി ഇമ്പ്രൂവ് ആവും. അടുത്ത വർഷം തീർച്ചയായിട്ടും ഈ പദ്ധതി ഇമ്പ്രൂവ് ആവും. ആരും അത് പിന്തിരിയരുത്. ഒരുപാട് പെൺകുട്ടികൾ എന്നോട് ചോദിച്ചു അപ്ലൈ ചെയ്യണമെന്ന്. ഞാൻ പറയണം അപ്ലൈ ചെയ്യണം. അവരെല്ലാവരും അടുത്ത സിനോപ്സിസ് അയക്കണം. ഈ പദ്ധതിയിൽ സിനിമകൾ ചെയ്യണം.
ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിനെ നമുക്ക് സംശയമില്ല, പക്ഷേ ആ ഏജൻസിനെയാണ് നമ്മൾ സംശയിക്കുന്നത്. അതിന് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സംശയിക്കുന്നത്, ഒരു പ്രിജുഡിക്സായി പറയല്ല. മധുവിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് 20 വർഷം മുമ്പ് വർക്ക്ഷോപ്പ് നടന്നു. KSFDCയിൽ ഞാൻ ഒരു 2 വർഷം മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട്, എനിക്ക് വേണമെങ്കിൽ ശ്രീദേവിയും കൊടുത്തിട്ടുണ്ടാവും, 3 വർഷം തുടർച്ചയായിട്ട് ഞാൻ സ്ക്രിപ്റ്റുകൾ കൊടുത്തതാണ്. ഈ കമ്മിറ്റികളിലെല്ലാം പങ്കെടുത്തു, വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. ഭയങ്കര ഹരാസിങ്ങും ഹ്യൂമിലേറ്റിംഗ് ആയിരുന്നു എനിക്ക്. അത് കാരണം കൊണ്ട് ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ കൊടുത്തില്ല. കാരണം എനിക്ക് ഓരോ പ്രാവശ്യം കൊടുത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രഷൻ ഉണ്ടല്ലോ, അത് ഓവർകം ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് എനിക്ക് പൈസ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഞാൻ ഈ സിനിമ പിടിച്ചത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ദളിതർക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഈ ഒരു ചലച്ചിത്ര, ഞാനിത് പല ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ട് ഞാൻ പറയാണ്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെയും അപ്ലൈ ചെയ്യാം, ദളിത് എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവരുടെ ഒരു നിബന്ധന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ദളിതരുടെ കൂട്ടത്തിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്ത്രീകളുടെ കൂട്ടത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് സവർണ്ണ സ്ത്രീകളായിട്ടുള്ള രീതിയിൽ, അതായത് ഈ തരത്തിൽ എന്നേക്കാളും പ്രിവിലേജ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ വിട്ടുള്ളൂ, എനിക്ക് കുറച്ചുണ്ട്. ഈ ദളിത് സ്ത്രീകൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് സവർണ്ണ സ്ത്രീകളുടെ കൂടെ. മറ്റേ ദളിത് പുരുഷന്മാരുടെ കൂടെയാണെങ്കിൽ ആ ദളിത് പുരുഷന്മാർ ഒരു 75% ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസ്. അപ്പോൾ അവിടെ ഇൻക്ലൂസീവായിട്ടുള്ളൊരു പോളിസി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദളിത് സ്ത്രീകൾക്ക് ദളിതിലും അപ്ലൈ ചെയ്യാം, സ്ത്രീകളുടെ കൂട്ടത്തിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇതാണ് ഇൻക്ലൂസീവ് പോളിസി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളതൊന്നും ചെയ്യാത്ത രീതിയിൽ വളരെ ഹ്യൂമിലേറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എങ്ങനെയാണെങ്കിലും പൈസ എടുത്തിട്ട് സിനിമ എടുക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തത്. താങ്കൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു സിനിമ ഒരു കത്താർസിസ് ഉണ്ട്, അതിലൊരു ഹീലിംഗ് ഉണ്ട്. എന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞു, സ്വപ്നം കാണാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ? ജീൻ കുക്തു എന്ന് പറയുന്ന ഫ്രഞ്ച് സംവിധായകൻ പറഞ്ഞത് സിനിമ ഈസ് അവർ കളക്റ്റീവ് ഡ്രീം എന്നാണ്. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും അഭിനന്ദിക്കേണ്ട താങ്കളെ വിത്തൗട്ട് റെഫറൻസാണ് താങ്കൾ ചെയ്തിരിക്കുന്നത്. ആദ്യം ഈ റെഫറൻസിൻ്റെ കാര്യം പറഞ്ഞാൽ വ്യാസനും വാൽമീകിയും മുന്നേ റെഫറൻസ് ഇല്ലായിരുന്നു. ആ തരത്തിലുള്ള ഒരു റെഫറൻസ് ഇല്ലാത്തൊരു ഇടമാണ് നിങ്ങൾ സൃഷ്ടിച്ചത്. യു ഇൻവെൻറ്റഡ് എ സ്പേസ് ഓഫ് യുവർ ഓൺ. അതിന് ആൾ കുഡോസ് ടു യു. താങ്ക് യു. ദെൻ ടു PK ശോഭന, ലൈബ്രറിയൻ നിന്ന് ഫിലിം മേക്കറിലേക്ക് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജോർജ് ബോർഹസ്, അർജന്റീന. അയാൾ പറഞ്ഞത് മരിച്ചു കഴിഞ്ഞ സ്വർഗത്തിലും ഒരു ലൈബ്രറി വേണമെന്നാണ്. അതുപോലെ ഉംബർട്ടോ ഒക്കെ എന്ന് പറയുന്ന ഇറ്റാലിയൻ സംവിധായകനും ആഗ്രഹിച്ചത് സ്വർഗത്തിൽ ഒരു ലൈബ്രറി വേണമെന്നാണ്. പക്ഷെ താങ്കൾ ഭാഗ്യവതിയാണ്, ലൈബ്രറിക്കകത്താണ്. അപ്പോൾ എൻ്റെ ചോദ്യം, എത്രത്തോളം ലൈബ്രറി ജീവിതം സിനിമ സംവിധാനത്തിലേക്കും സിനിമ സ്ക്രിപ്റ്റിലേക്കും 4 പെൺകുട്ടികളിലേക്കൊക്കെ എത്തിച്ചത്? അത് മാത്രമേ ഉള്ളൂ. ഈ 2 ചോദ്യം. അത് ഞാൻ പറയാം, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇമേജുകൾ പലതും ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഐഡിയാസൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ഞാനത് പലപ്പോഴും ആക്ടേഴ്സിന് അത് അയച്ചു കൊടുക്കാറുണ്ട്, പെയിൻറ്റിങ്സ് അടക്കമുള്ള. അതിന് വേണ്ടിയിട്ടൊരു സെർച്ചിങ് വളരെ സ്പീഡായിട്ട്. അതുപോലെ ഞാൻ ഈ ഇമേജ് ബോർഡുകൾ ഉണ്ടാക്കാറുണ്ട്, സ്റ്റോറി ബോർഡുകൾക്ക് പകരം ഇമേജ് ബോർഡുകളാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ലൈബ്രറിയൻ എന്നുള്ള രീതിയിലുള്ള ഒരു സെർച്ചിങ് ഫെസിലിറ്റി എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ലൈബ്രറിയൻ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു ചീഫ് ലൈബ്രറിയൻ ആയ കാരണം കൊണ്ട് കുറേ വർക്കുകളും, അല്ലെങ്കിൽ ഒരു സൈറ്റിൽ പോയി നമ്മളൊരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഈ സിനിമ കുറേ ഔട്ട്ഡോറൊക്കെ ചെയ്തു. അപ്പോൾ നമുക്കത് ഔട്ട്ഡോറിലെ ആൾക്കാർ എങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ വർക്കിനെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയത് ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നതിൻ്റെ ഒരു പരിചയത്തിൻ്റെ പുറത്താണ്. അല്ലാതെ ലൈബ്രറിയിലെ തരത്തിലുള്ള ഒന്നും സിനിമയിലേക്ക് എനിക്ക് ബാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഒരുപാട് വായിക്കായിരുന്നു, വായനയാണ് എന്നെ രൂപപ്പെടുത്തിയത്. അതിൻ്റെ ഗുണം എന്തായാലും ഉണ്ട്. ഇപ്പോൾ ഈ ഡിബേറ്റ് നല്ല ഒരുപാട് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളൊരു ടേക്ക്, ഇപ്പോൾ ഈ ഡിബേറ്റിനകത്തിൽ ഈ പൊളിറ്റിക്കൽ ഇക്കോണമിക് ഇക്വാളിറ്റി തുടങ്ങിയ ആദ്യകാല ഈ ഒരു സ്ത്രീ സംവാദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇച്ചിരൂടെ അത് യുണീക്കായ ഓരോ സ്ത്രീകളുടെ വ്യതിരിക്തത, അവരുടെ യുണീക്കായ സെൻസിബിലിറ്റി, ഇപ്പോൾ ദളിത് വിമൻ്റെ കാര്യം പറഞ്ഞു, ട്രാൻസ്ജെൻഡർ, അപ്പോൾ യുണീക്കായ ബോഡിയെ സെക്ഷുവാലിറ്റിയൊക്കെ സംബന്ധിച്ച
ഫീമെയിൽ ഗെയ്സിനെ സംബന്ധിക്കുന്ന ആ മെയിൽ ഗെയ്സിനെ, ലോറ മൾവിയുടെ ഒരു ക്ലാസിക്കലായിട്ടുള്ള മെയിൽ ഗെയ്സിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആ ഫീമെയിൽ ഗെയ്സ് എന്ന് പറയുന്ന യുണീക്ക് ഫീമെയിൽ സെൻസിബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യുക, ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്ന നിലയിലായിരുന്നു. അത് പഴയ രീതിയിലുള്ള ഒരു ക്ലാസിക്കൽ മാർക്സിസ്റ്റ് രീതിയിലൊക്കെയുള്ള ഫെമിനിസ്റ്റ് രീതിയിലുള്ള ഇക്വാളിറ്റി എന്ന ഡിബേറ്റിൽ നിന്ന് മാറി ഇച്ചിരി കൂടെ പ്രോഗ്രസീവായ ഒരു തലത്തിലാണ് നിങ്ങൾ കണ്ടത്. അവതാരിക ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫീമെയിൽ സബ്ജക്റ്റായിട്ട് കർത്തൃത്വത്തിലേക്ക് ഫീമെയിൽ ഇവോൾവ് ചെയ്യുമ്പോൾ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഫീമെയിൽ ഗെയ്സ്, ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കുക. എന്താണ് ഈ ഫീമെയിൽ ഗെയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? സ്ത്രീ നോട്ടം ഏത് തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്പുകളെയാണ് നിങ്ങൾ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്? വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഫീമെയിൽ ഗെയ്സ്? എൻ്റെ സിനിമയിൽ ഞാൻ ലവ് മേക്കിംഗ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ന്യൂഡായിട്ട് സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ ഒരു സെക്ഷുവാലിറ്റി കാണിക്കേണ്ട ഹിസ്റ്ററിനെ പറ്റിയിട്ട് ഞാൻ ആലോചിച്ചിട്ടില്ല, എങ്ങനെയാണ് ഉണ്ടായിരുന്നെന്നുള്ള രീതിയിൽ. പക്ഷേ എന്തായാലും ഒരു ഇറോട്ടിസിസം, അതായത് ഒരു ആണുങ്ങളുടെ ഒരു രീതിയിൽ കാഴ്ച അതിന് ഇല്ല അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ വജൈന കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുമ്പോൾ രണ്ട് തരത്തിലാണ്, അതൊരിക്കലും ഒരു സെൻഷ്വലായിട്ടല്ല കാണിച്ചിരിക്കുന്നത്. ഇതൊരു വജൈന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെക്ഷൽ ഓർഗൻ ആണെങ്കിൽ പോലും അത് നമ്മുടെ ശരീരത്തിലൊരു അവയവമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ അഗ്ലിനെസ് അതിൻ്റെ ഇതിനോട് കൂടിയിട്ട് നമ്മൾ കാണിക്കുമ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചെങ്കിൽ നമ്മൾ എല്ലാ ദൃശ്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള പല ഭയങ്കരമായിട്ട് ഒരു സ്ത്രീയുടെ സാരിയുടെ അവിടെ അല്ലെങ്കിൽ വയറിൻ്റെ അവിടെ കാണുമ്പോഴേക്കും നമ്മുടെ സദാചാരമൊക്കെ പൊട്ടിത്തകർന്ന് വീഴുന്ന ഒരു സൊസൈറ്റിയിലാണ് ഇന്നല്ല എന്നോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വിഷ്വലുകളിലൂടെ ആ ഒരു സ്ത്രീയുടെ പൊക്കിളിനെ കാണിക്കുമ്പോൾ ഉള്ള ഒരു നോട്ടുണ്ടല്ലോ, അത് മാറ്റിയിട്ട് ഇപ്പോൾ വജൈനയാണെങ്കിലും ബ്രസ്റ്റ് ആണെങ്കിലും കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ഇതാ നിങ്ങൾ കണ്ടോളൂ എന്നുള്ള രീതിയിൽ കാണിക്കാൻ ആണ് ഞാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഹായ്, ചോദ്യം ശരിയാണെന്നറിയില്ല, സ്റ്റിൽ ചോദിക്കുകയാണ്. സ്ത്രീ സിനിമ എന്നുള്ളതുണ്ടോ അല്ലെങ്കിൽ അത് വേണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഫിലിം ഈസ് എൻ ആർട്ട്. എവ്രി ആർട്ട് ക്ലാസ്സിനെയും ജെൻഡറിനെയും ബാക്കിയെല്ലാം പൊളിച്ച് അതിൻ്റെ ഏറ്റവും മുകളിലോട്ട് ഏറ്റവും ടോപ്പിലേക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്താൻ പറ്റുന്ന സാധനമാണ്. ആ സമയത്ത് ജെൻഡർ ബാക്കി കാസ്റ്റ് മണി ക്ലാസ് എല്ലാം അങ്ങോട്ട് മാറി ഇല്ലാതായിട്ട് അത്ര എക്സസ്റ്റിക് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ എത്തുന്നൊരു എല്ലാ കലകളും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്ത്രീ സിനിമയായിട്ട് കണക്കാക്കുന്ന സമയത്ത് അത് ജെൻഡറിലേക്ക് ഒതുങ്ങി പോകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ 4 സംവിധായകരെ എടുത്തു. 4 സംവിധായകരുടെയും സിനിമകൾ സ്ത്രീ സിനിമയായിട്ടല്ല ഞാൻ വായിച്ചു ചെയ്യുന്നത്, സിനിമയായിട്ടാണ് ഞാൻ വായിച്ചു ചെയ്യുന്നത്. ജസ്റ്റ് ഒരു സജഷൻ കൂടി ഉള്ളതാണ്. ബാക്കി ഇപ്പോൾ ഫിലിം മേക്കിങ്ങിനെ ആസ് സച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടെ സംസാരിക്കാമായിരുന്നു എനിക്ക് തോന്നി. അതിപ്പോൾ ഓർസൺ വെൽസ് അല്ലെങ്കിൽ റേഫിൻ സ്റ്റാളിനെ പോലെ 2 ആൾക്കാരോട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ഫിലിം മേക്കിംഗ് എന്നുള്ളത്. അതിപ്പോൾ ആദ്യത്തെ സിനിമ കംപ്ലീറ്റ്ലി ഐഫോണിലെ ഷോട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർ ആക്ടിങ് എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്, അല്ലെങ്കിൽ വിഷ്വൽ നറേറ്റീവ് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ആദ്യം അതിൽ ഫസ്റ്റ് സ്റ്റോറി ബോർഡിങ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരുപാട് ആസ്പെക്റ്റും കൂടെ കുറച്ചുകൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് ആ സ്ത്രീ സിനിമ ഇല്ല എന്നുള്ളതിനോട് എനിക്കും യോജിക്കുന്നു. കാരണം ഞാനും സിനിമയെ സ്ത്രീ സിനിമ പുരുഷ സിനിമ എന്ന് കണ്ടിട്ടില്ല. ഇപ്പോൾ എന്നോട് ആൾക്കാർ വനിതാ സംവിധായിക എന്ന് പറയുമ്പോഴും ഞാൻ തിരുത്തുന്നത് ഞാൻ ചെയ്യുന്ന ജോലിയിൽ എൻ്റെ ജെൻഡർ അപ്ലൈഡ് അല്ല എന്നുള്ളതാണ്. വനിതാ സംവിധായിക എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടാൻ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാനൊരു സ്ത്രീയായിട്ടല്ല നിന്ന് ചെയ്യുന്നത്. എൻ്റെ ക്രൂ മെമ്പേഴ്സ് ആരും എന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കാണുന്നുമില്ല. രണ്ടാമത് KSFDCയുടെ വനിതാ സിനിമ പദ്ധതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഒരു ലോങ് ഡ്യൂറേഷൻ ഓഫ് ഹരാസ്മെൻറ്റ് ആൻഡ് സ്ത്രീ എന്നുള്ള നിലയിൽ ഉള്ള ഒരു അപമാനം സഹിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ ആക്ച്വലി സ്ത്രീ എന്നുള്ള ഒരു സ്ത്രീ സംവിധായിക എന്ന് പറയുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് തോന്നുന്നു. അതൊരു ട്രോമ മെമ്മറിയാണ്. പക്ഷേ ഡെഫിനറ്റ്ലി അതിനോട് വിയോജിക്കാം ആൾക്കാർക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഥ പറച്ചിലുകളിൽ സ്ത്രീകളുടെ മാത്രമായിരിക്കില്ല. ഇപ്പോൾ അപ്പുറത്തിലാണെങ്കിലും ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ ജഗദീഷ് സാറിനെ പോലെ ഒരു ലീഡിങ് ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ടറിനെ തന്നെ വേണം എന്ന് പറഞ്ഞത് അവിടെ പുരുഷൻ്റെ വൈകാരികത എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനെ എനിക്ക് കുറച്ച് കാണാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം അവർ
അവരുടെ ഒരു എക്സ്പ്രഷൻ, പുരുഷൻ്റെ ഒരു എക്സ്പ്രഷൻ മൈ ബി ഡിഫറെൻറ്റ്. അവർ കരയുകയോ അല്ലെങ്കിൽ ഒരു ലൗഡ്നെസ് ഉണ്ടാവില്ല അവരുടെ ഇമോഷൻസിൽ. ഒരു ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കാം എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിയാത്ത. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജഗദീഷ് സാറിന് അന്ന് കൊടുത്ത ഒരു നെറേറ്റീവിലും പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരാൾ ആണ്. അപ്പോൾ ആ ഒരു സട്ടിലിറ്റിയിൽ എനിക്ക് ഈ കൺഫ്യൂഷൻ വേണം. സ്നേഹമുണ്ട്, കരുതലുണ്ട്, വേദനയുണ്ട്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പ്രൊപ്പോർഷനിൽ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആണുങ്ങളെ എനിക്കറിയാം. അപ്പോൾ ഞാൻ കഥ എഴുതുമ്പോഴും അത്തരത്തിൽ ഞാൻ ഡിവൈഡ് ചെയ്യില്ല. കാരണം അത് എൻ്റെ എഴുത്തിനെയും എൻ്റെ കഥ പറച്ചിലിനെയും അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. കാരണം അപ്പം ഞാൻ അവിടെ ഒരു കാറ്റഗറൈസേഷൻ വരുമ്പോൾ അത് എൻ്റെ കാര്യമാണ്, പക്ഷേ ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. ഞാനത് ഒരു സ്ത്രീ എഴുത്ത് എന്നുള്ള രീതിയിലല്ല ഞാനത് കാണുന്നത്, എഴുത്തെന്നുള്ള രീതിയിലാണ്. കാരണം എൻ്റെ എഴുത്തിൻ്റെ തുടക്കം എൻ്റെ അച്ഛനാണ്. അച്ഛനാണ് എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവന്നത്. എനിക്കങ്ങനെ ഒരു വൈരുദ്ധ്യത്തോടു കൂടി അല്ലെങ്കിൽ പുരുഷന്മാരോടുള്ളൊരു വെറുപ്പോടുകൂടി ഒരിക്കലും ഞാൻ സമീപിച്ചിട്ടില്ല. എനിക്കങ്ങനെ എൻ്റെ ടീമിലാണെങ്കിലും ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും പുരുഷന്മാർ തന്നെയാണ്. എനിക്കതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അവർക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നത് കൊണ്ടും സ്ത്രീ പറയുന്നു എന്നുള്ള രീതിയിൽ അവരൊരിക്കലും കേട്ടിട്ടുമില്ല. അവർ ഒരു പുരുഷൻ്റെ അടുത്തോ സ്ത്രീയുടെ അടുത്തോ ആ ഒരു വ്യത്യാസത്തിലല്ല എൻ്റെ ടീംമേറ്റ്സ് ആരും എന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതും ഞാൻ പറയാനുള്ള ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിലും ഒരിക്കലും ആ ഒരു എലിമെൻറ്റ് എനിക്ക് വന്നിട്ടില്ല. ബട്ട് അങ്ങനെ വരുന്നിടത്ത് റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അത് അൺഫോർച്ചുനേറ്റ്ലി KSFDCയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവിടെ എൻ്റെ നിലപാടുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താനും പറ്റിയിട്ടുണ്ട്. അവിടെ പുരുഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജെൻഡർ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള സ്ത്രീകളും ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. അപ്പം അവരിലും ജെൻഡർ സെൻസിറ്റിവിറ്റി ഞാൻ കണ്ടിട്ടില്ല. കാരണം അവർ എന്നോട് പെരുമാറുന്നത് മാത്രമല്ല അവിടെയുള്ള പുരുഷന്മാരോട് പെരുമാറുന്നതും ജെൻഡർ സെൻസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഈ പറഞ്ഞ പോലെ ഫോർ മീ ആ മതിലുകളുടെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും അവരുടെ കാഴ്ചപ്പാടുകളാണ്. എനിക്ക് ഇന്ദുലക്ഷ്മി പറയണത് പോലെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ സ്ത്രീകളുടേതാന്നുള്ള രീതിയിലല്ല സിനിമ എടുത്തത്. അങ്ങനൊരു വേർതിരിവ് വെച്ചിട്ടില്ല, ഞാൻ കാണുന്നില്ല ഒന്നിനെയും സ്ത്രീ എന്നുള്ള രീതിയിലല്ല. പക്ഷേ എൻ്റെ വീക്ഷണമാണ് ഞാൻ സിനിമയാക്കുന്നത്. അത് നിങ്ങൾക്കാണ് തോന്നുന്നത് അത് സ്ത്രീയുടെ വീക്ഷണം എന്നുള്ള രീതിയിൽ. ഒരിക്കലും ഒരു സ്ത്രീ എഴുതുമ്പോൾ എങ്കിൽ ശരി ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി എഴുതാം അങ്ങനെയുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുത്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്. പക്ഷേ അവർ എഴുതുമ്പോൾ വായിക്കുന്ന ആൾക്കാർക്ക്, കാരണം അവർ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇതാണെങ്കിൽ അത് എഴുതുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ്, ചെയ്യുമ്പോൾ വന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമ്മുടെ അടുത്ത് നോട്ടങ്ങൾ, അതൊക്കെ നമ്മൾ സിനിമയാക്കുമ്പോൾ അതൊരിക്കലും ഞാൻ പുരുഷന്മാർക്കെതിരെയോ അല്ലെങ്കിൽ പുരുഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയുള്ള രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ സിനിമയിലും നിങ്ങൾക്കറിയാം ഒരു തരത്തിൽ പുരുഷന്മാർക്കെതിരെ എന്നുള്ള രീതിയിലുള്ള നല്ല ഭയങ്കര സ്നേഹസമ്പന്നരായിട്ടുള്ള പുരുഷന്മാരാണ് എൻ്റെ സിനിമയിലുള്ളത്. അപ്പോൾ പുരുഷവിരുദ്ധ എന്നുള്ളതല്ല സ്ത്രീ സിനിമയുടെ ഒരു ഡെഫിനിഷൻ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമ എടുക്കുമ്പോൾ ഞാൻ ഇടപെട്ടത്, ഞാൻ സഹിച്ചത്, ഞാൻ ആക്കിയതാണ് ഞാൻ സിനിമയാക്കുന്നത്. അപ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടപെടുന്ന വിഷയങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് സ്ത്രീയുടെ സിനിമ എന്നുള്ള രീതിയിൽ വിലയിരുത്തപ്പെടുന്നതാണ്. ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ എങ്കിൽ ഇത് ഇങ്ങനെ ആവണം എന്നുള്ളൊരു തീരുമാനത്തിലല്ല ഈ സിനിമ എടുത്തത്. അതുകൊണ്ടല്ല നമ്മൾ സ്ത്രീപക്ഷ സിനിമ എന്ന് പറയണത്. നമ്മളെ സ്പർശിച്ചിട്ടുള്ളത് അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ദളിതാണെങ്കിലും ട്രാൻസ്വുമൺ ആണെങ്കിലും അവരൊക്കെ ഡിസ്ക്രിമിനേഷനാണ്. സമൂഹത്തിൽ ഈ പ്രിവിലേജ് ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാരനെ ഏറ്റവും അധികം നൊമ്പരപ്പെടുത്തിയത്, വേദനപ്പെടുത്തിയത്, അവർ അപമാനങ്ങൾ സഹിച്ചത് അവരുടെ ഈ കളറിൻ്റെ പേരിലോ അവരുടെ ജെൻഡറിൻ്റെ പേരിലാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിമിഷം അവർ സിനിമയാക്കുമ്പോൾ അവരെ മുറിപ്പെടുത്തിയ ഒരു കാര്യം അവർ ചെയ്യുന്നു. അങ്ങനെയാണ് അത് വനിതാ സിനിമയോ അല്ലെങ്കിൽ ട്രാൻസോ ബ്ലാക്കോ സിനിമയോ ഒക്കെ ആവുന്നത്. അല്ലാതെ ആരും എങ്കിൽ ഞാൻ സ്ത്രീയായി ജനിച്ചതുകൊണ്ട് ആരും അങ്ങനത്തെ സിനിമ എടുക്കില്ല. ആ തരത്തിൽ അവർക്കുണ്ടാവുന്ന വിഷമകരമായിട്ടുള്ള അവസ്ഥകൾ അവർ ചിത്രീകരിക്കുമ്പോൾ മാത്രമാണ് അത് അങ്ങനെ ആവുന്നത്. Ma'am, my question is,
My name is Suresh Kumar and I'm from online media, Instagram. Good evening to the Open Forum team. My question is, I had a survey of around about 60 to 70 of the women movie makers and associates with film. I checked with them where do you get more supports from your female side or from the men's side? Most of them have told me, at least 75 to 80% have told me that men are the ones who support us to excel and make the best of film. In this, as a panel, do you all agree with this, or is there any variation in your thought? ചില സമയങ്ങളിൽ the number doesn't matter. Do you want me to talk in English or? Okay. ചില സമയങ്ങളിൽ നമ്പർ എന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഒരാളുടെ വാക്ക് മതി, ഒരു സ്ത്രീയുടെ വാക്ക് മതി നമുക്ക് ഒരു 1000 പേരുടെ ഒരു കരുത്ത് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ നമ്പർ ഡസൻറ്റ് മാറ്റർ ഇസ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. Sometimes that an empathetic looks, most of the times even women themselves cannot, they don't have the privilege, even the women in the forefront, they don't have the privilege to fight, to be revolutionaries exactly, because they also have to face അവരുടെയും ഒക്കെ ബാറ്റിൽസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പം ഒരു പക്ഷേ മുൻനിരയിൽ വന്ന് മീഡിയയുടെ മുമ്പ് വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സ്ത്രീകൾ കുറവായിരിക്കാം ഒരു ഇഷ്യൂ വരുമ്പോൾ. പക്ഷേ യു ഡോണ്ട് സീ ഹൗ ദേ ആർ സപ്പോർട്ടിങ് അസ് അതർവൈസ്. അപ്പോൾ അത്തരത്തിൽ ആ നമ്പർ ഡസൻറ്റ് മാറ്റർ എന്ന് തോന്നുന്നു. ഇൻ ബോത്ത് ദ ജെൻഡേഴ്സ്, ലൈക്ക് ഐ സെഡ്, നമ്മൾ കുറച്ചുകൂടെ മനുഷ്യർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഐ ഹാവ് സീൻ വിമൻ ഹൂ ആർ വെരി ഹാംഫുൾ, ഹൂ കനോട്ട് ബി ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുമുണ്ട്, ആൻഡ് അതുപോലത്തെ പുരുഷന്മാരും ഉണ്ട്. സോ ആസ് എ വുമൺ ഫോർ മീ, എനിക്കൊരു ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള ഒരാളിനെ കാണുമ്പോൾ അയാളുടെ ഇൻറ്റൻഷൻസ് എനിക്ക് കുറച്ചുകൂടെ ക്ലിയർ ആണ്. സോ വെൻ ഐ ഫീൽ ദാറ്റ് ദിസ് ഗൈസ് ഇൻറ്റൻഷൻ ഇസ് നോട്ട് റൈറ്റ്, ഐ ഹാവ് ദ ഡിസ്ക്രിഷൻ ടു കീപ് ഹിം അറ്റ് ഡിസ്റ്റൻസ്. പക്ഷേ ഫോർ എ വുമൺ ഐ കനോട്ട് മേക്ക് ദറ്റ് ജഡ്ജ്മെൻറ്റ്, ബിക്കോസ് ഫോർ വുമൺ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു സിസ്റ്റർഹുഡിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ഇറ്റ്സ് ഈസിയർ ഫോർ ദം ടു ഹാം അസ്, ആൻഡ് നമുക്ക് വരുന്ന റിയലൈസേഷൻ ലേറ്റർ ആയിരിക്കാം. പക്ഷേ അവിടെ നമ്പർ ഡസൻറ്റ് മാറ്റർ. ഫോർ മീ, ഐ ഹാവ് എ സപ്പോർട്ട് സിസ്റ്റം. സ്ത്രീകളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അവർ മുൻനിരയിലായിരിക്കണം എന്നില്ല. ചിലപ്പോൾ അവരുടെ ഒരു സ്പർശമോ അവരുടെ ഒരു നോട്ടമോ ഒരു വാക്കോ ഒന്ന് കെട്ടിപ്പിടിക്കലോ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരു എൻറ്റയർ തിങ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ട്. സോ ഐ വുഡ് സേ ദ നമ്പർ ഡസൻറ്റ് മാറ്റർ, ആൻഡ് ഐ ഹോപ്പ് ഐ ഹവ് ആൻസർഡ് ദാറ്റ്. ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർക്കാൻ തോന്നുന്നു ഇതോട് ചേർന്ന്. ഒന്ന്, പിന്നെ ഈ നമ്മൾ സ്ത്രീ സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പുരുഷ വിദ്വേഷം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അതൊരു പക്ഷേ മലയാള സിനിമ ഒരു കാലത്തൊക്കെ ഫെമിനിസ്റ്റുകളെ അടയാളപ്പെടുത്തിയ നരേറ്റീവിൽ ഉണ്ടാക്കിയതായിരിക്കും. സ്ത്രീ സിനിമ ഈ പുരുഷ വിദ്വേഷത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്തം ഉണ്ടാക്കിയിട്ടുള്ള പാട്രിയാർക്കിയുടെ അല്ലെങ്കിൽ പുരുഷാധിപത്യത്തിനെതിരെയാണ് സ്ത്രീകൾ ശബ്ദിച്ചിട്ടുള്ളത്. പുരുഷാധിപത്യം എന്ന് പറയുന്നത് ആണുങ്ങളായവരെല്ലാം എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നതും. പുരുഷാധിപത്യം എന്ന് പറയുന്നത് പിന്നെ ഒരു തരം ധാരണയാണ്. അത് ഉള്ള സ്ത്രീകളുമുണ്ട്, ഉള്ള പുരുഷന്മാരുമുണ്ട്. പലപ്പോഴും പാട്രിയാർക്കിയുടെ കാവൽക്കാരായിട്ട് പലപ്പോഴും ഉപയോഗിക്കാറ് പോലും സ്ത്രീകളാണ്. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം കുറെ കൂടി നമ്മൾ സ്ത്രീ സിനിമകളെ സമീപിക്കേണ്ടത് എന്നുകൂടെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദിത്യക്ക് എന്തോ പറയാനുണ്ട്. ഇപ്പോൾ സ്ത്രീയോ പുരുഷനോ എന്നല്ല, കലയാണ് അല്ലെങ്കിൽ സിനിമയാണ്. അറ്റ് ദി എൻഡ് അതെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നതിലാണ് കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ സിനിമ ചെയ്യുമ്പോൾ ഇതൊരു കളക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടീം വർക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല. ഈ ടീമിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആൾ ഒരു പുരുഷനാണ്. അപ്പോൾ ഇതൊരു സ്ത്രീ രചന അല്ലെങ്കിൽ ഒരു സ്ത്രീ കാഴ്ചയോ മാത്രമല്ല. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഞാനും ഈ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ സംഘത്തിലുള്ളവർ എന്നെ ഒരു ആർട്ടിസ്റ്റായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഒരു സ്ത്രീയാണ് അല്ലെ അവളൊരു പെൺകുട്ടിയാണ് എന്നൊരു നിലപാടിലോ ഒരു കാഴ്ചപ്പാടിലോ ഒന്നുമല്ല. അവരെന്നെ ഒരു ആർട്ടിസ്റ്റായിട്ട്, ഒരു
വിഷയം മുന്നോട്ട് വെക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ചേർന്ന് മുന്നോട്ട് വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ വിഷയം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ത്രീയോ പുരുഷനോ എന്നല്ല, കല തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സിനിമ തന്നെയാണ് പ്രാധാന്യം അർഹിക്കുന്നത്. ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ചോദിച്ചിരുന്നില്ല. ഇപ്പം നമ്മുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊരു പത്രവാർത്തയിൽ നിന്നുമാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് കണ്ടന്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ നിന്നും ഇങ്ങനത്തെ സംഭവങ്ങളെ പറ്റിയുള്ള ഒരു അന്വേഷണം ഉണ്ടായി. അപ്പം നമ്മുടെ ടീമുമായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 8 വർഷത്തോളം ഉള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഞങ്ങളുടേത്. അതിൽ നിന്ന് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇയർ IFFK വേദിയിൽ വന്ന നീലമുടി എന്ന സിനിമ അതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ ഫിലിമായിരുന്നു. സെക്കൻഡ് ഫീച്ചർ ഫിലിമാണ് നമ്മുടെ കാമദേവൻ. അപ്പോൾ ഈ ഒരു ആശയം വന്നപ്പോൾ നമ്മുടെ ഒരു സംഘമുണ്ട്. ഈ സംഘത്തിൽ എല്ലാത്തരം ആൾക്കാരും ഉണ്ട്, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ പ്രതിസന്ധി ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനപ്പുറത്തേക്ക് കഥകൾ, നല്ല കഥകൾ, കഥാപാത്രങ്ങൾ, ഇടങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പം അങ്ങനെ ആ ടീമുമായിട്ട് ഈ ഒരു ആശയം പങ്കുവെക്കുകയും അവരും കളക്റ്റീവായിട്ട് ചേർന്നുള്ളൊരു ഡിസ്കഷനിൽ നിന്നാണ് ഇതിൻ്റെ ഇപ്പം ഐഫോണിൽ ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനമൊക്കെ ഈ ഒരു ഡിസ്കഷനിൽ നിന്നാണ് ഉണ്ടായത്. ഇപ്പം അതൊരു മീഡിയമായിട്ട് വെക്കാമെന്നല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും പിന്നെ ഈ പ്രൊഡക്ഷൻ വേഗം പൂർത്തിയാക്കേണ്ടത് ആവശ്യകത, അല്ലെങ്കിൽ ആ സമയത്തെ കാലാവസ്ഥയുടെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം, ഇതിൻ്റെയൊക്കെ ഒരു ബേസിലാണ് നമ്മൾ ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആക്ടേഴ്സ് സൈഡിൽ പറയുകയാണെങ്കിൽ ഞാൻ ഡ്രാമ സ്കൂൾ പാസ് ഔട്ടാണ്. അപ്പം അവിടെയുള്ള കുറേ ബന്ധങ്ങളും സുഹൃത്തുക്കളാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആക്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ലാസ്റ്റ് ഇയർ നീലമുടി ആണെങ്കിലും ഇത്തവണ കാമദേവൻ നക്ഷത്രം കണ്ടു എന്ന സിനിമയാണെങ്കിലും ഇതിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നീളുന്ന സിംഗിൾ ഷോട്ടുകളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം നാടക വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അഭിനയത്തിൽ നാടകത്തിൽ നിന്ന് ട്രെയിൻ ചെയ്ത ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചും കൂടെ അനായാസമായി, കുറച്ചും കൂടെ ഈസി ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയിരുന്നു ഇത്തരം സിംഗിൾ ഷോട്ടുകൾ. കാരണം 2.5 മണിക്കൂർ സ്റ്റേജിൽ നിന്ന് നാടകം ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. അപ്പം എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ മൊത്തം പ്രൊഡക്ഷനുകളിൽ എൻ്റെ എല്ലാ തരം മേഖലകളിലുമുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. കാരണം എല്ലാവരും എൻ്റെ തന്നെ സുഹൃത്തുക്കളാണ്, നമുക്ക് പരിചയമുള്ളവരാണ്. ഇത് ലീഡ് റോൾ ചെയ്ത ആളെൻ്റെ കൂടെ പഠിക്കുന്ന, എൻ്റെ കൂടെ ജീവിക്കുന്ന ആളാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. ഈ ഒരു ടീം തന്നെയാണ് എൻ്റെ ബലം. ഈ ഒരു ടീം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഈ വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതും കുറച്ചും കൂടെ എളുപ്പത്തിൽ ഈ സിനിമയെ സമീപിക്കാൻ പറ്റിയത്. സ്ത്രീകളുടെ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ പലതരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ ലിംഗപരമായ വിവേചനത്തെ പോലും മറികടന്നുകൊണ്ടാണ് അത് മുന്നിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ സിനിമയുടെ അല്ലെങ്കിൽ വനിതകളുടെ സിനിമയുടെ ചരിത്രത്തിൽ അതുപോലെ മറ്റൊരു സിനിമയായിട്ട് സിനിമയിലേക്കുള്ള അവരുടെ ഒരു ജീവിതം കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഓരോ സിനിമയിലേക്കുള്ള അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തിയ വഴി കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. ആ അർത്ഥത്തിൽ ആ ഒരു സ്ട്രഗിളിന് ചരിത്രപരമായ ബന്ധം കൂടിയുണ്ട്, അല്ലെങ്കിൽ ഐക്യദാർഢ്യമുണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പ്രാപ്തരായതും അല്ലെങ്കിൽ അത് വെറുതെ ഉണ്ടായതല്ല, അതിനകത്ത് മുമ്പ് പോയിട്ടുള്ള ഇവിടെ നിലനിന്നിരുന്ന ഫെമിനിസം എന്ന് പറയുന്ന മലയാളത്തിൽ കാലങ്ങളായി സംസാരിച്ചിരുന്ന പൊതു ഇടങ്ങളിൽ നിന്ന് ഉറക്കെ സംസാരിക്കുകയും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തിരുന്നിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആ ചരിത്രത്തിന്റെ ഊർജം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിവിടെ നിലനിൽക്കുന്നത്. നമ്മളുടെ ഓരോ സംഭാഷണം അല്ലെങ്കിൽ ഓരോ വാക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ ബിന്ദുവിൽ നിന്നും ശിവരഞ്ജിനിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ഇത് സ്ത്രീകൾ സംസാരിച്ച് നേടിയതാണ്. അല്ലെങ്കിൽ ഒന്നും സ്ത്രീകൾക്ക് വെറുതെ വെച്ച് നീട്ടിയതല്ല, അവര് പൊരുതി തന്നെ നേടിയെടുത്തതാണെന്നും ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു മാഡം, ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു. സമയം വൈകിയതുകൊണ്ടാണ്. ഒരൊറ്റ മിനിറ്റ്, അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് എനിക്ക് കരുതുന്നുണ്ട്. എൻ്റെ പേര് ശശിധരൻ എന്നാണ്. ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. PK ശോഭന മാം ഇത്ര കഷ്ടപ്പെട്ട് സ്റ്റേറ്റ് ലൈബ്രറിയൻ അവസാനം പൈസ ഇല്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് സിനിമ എടുക്കേണ്ടി വന്ന ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. അത് ദളിതയെന്നോ അല്ലെങ്കിൽ സവർണനെന്നോ അവർണനെന്നോ എന്നുള്ള ആ ഒരു ഈ മാറ്റം ഇനിയെങ്കിലും ഒന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇനി നിങ്ങൾ എൻ്റെ സമുദായത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഇതൊരു സിനിമ എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നിങ്ങളിനി മുന്നോട്ട് വരരുത്, ഇത് പൈസ ഉള്ളവന് മാത്രം പറ്റിയ ഒരു കാര്യമാണ്,
ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ അത് മാറി വരുന്ന ഓരോ സർക്കാരിൽ നിന്നും അങ്ങനെ ദളിതനെന്നോ, ഞാൻ വീണ്ടും പറയുന്നു, ഇതല്ല നമ്മുടെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പാത്രത്തിൽ ഉണ്ടും കളിച്ചുമൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾ നല്ല മുത്തുകളായിപ്പം. അവർക്കൊന്നും ഇതൊന്നും ഇല്ലിപ്പം. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വിവേചനമൊക്കെ ഇത്തരം ഭാഗങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ മുളച്ചു വരുന്നു, അതിന് പ്രാധാന്യം കൊടുക്കുന്നു? അപ്പോൾ ഈ ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളിലും ഏതേതൊക്കെ തടസ്സങ്ങളാണ് മാമിന് ഉണ്ടായിട്ടുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അധികാരപ്പെട്ട നമ്മുടെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി 2 വാക്ക് മാമിനുണ്ടായ ദുരനുഭവം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെങ്കിൽ നന്നായിരിക്കട്ടെ എന്നൊരു അഭിപ്രായമാണ്. അല്ല, ഞാനിതൊന്നും പറയുന്നത് പേഴ്സണലായിട്ടല്ല. ഇപ്പം ഞാനൊരു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഞാനിപ്പോൾ ഒരു സ്റ്റേറ്റ് ലൈബ്രറിയിലാണ്. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ടാണ് സിനിമ എടുത്തത്, കടം വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 24 വർഷമായി എനിക്ക് നല്ല ശമ്പളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ശമ്പളമുള്ള കാരണം കൊണ്ട് തന്നെ ഒരു ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ 2-3 ദിവസം ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ്. അപ്പോൾ അത് എന്നെ പക്ഷേ ഞാൻ എത്രയോ ആൾക്കാർ, ഇതിപ്പോൾ ഞാൻ സ്ത്രീകളെ മാത്രമല്ല കണ്ടിരിക്കണേ, എത്രയോ പുരുഷന്മാരുണ്ട്. 2 സ്ത്രീകളുണ്ടെങ്കിൽ 200 പുരുഷന്മാർ സിനിമ എടുക്കാനായി നടന്നുകൊണ്ട് അവർ മൊത്തം വീട് അതെല്ലാം കടം എടുത്ത് ജീവിതം തൊലഞ്ഞു പോയി ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അവിടെ വെച്ചിട്ട് ഞാനിത് പറയുന്നില്ല, കാരണം എല്ലാവരും അഭിമുഖീകരിക്കുന്ന സ്ത്രീകൾ മാത്രമല്ല, സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലുള്ള ഒരു 50% ആൾക്കാരുടെയും ഒരു ആഗ്രഹമാണ്. അതിൽ എത്ര സിനിമകൾ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഞാൻ കടന്നു പോയത് ഉണ്ട്. ഞാൻ പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ പ്രിവിലേജ് ഉണ്ട്, അതല്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അത് കാരണം അത് ഞാനിപ്പോൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, എൻ്റെ പൈസ കൊണ്ടാണെന്നുള്ളത്. അതൊരു വിഷയമാക്കി ഞാൻ ഉന്നയിക്കുന്നില്ല. ഈ സെഷൻ കഴിഞ്ഞതായിട്ട് അറിയിക്കുന്നു.